എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാവിലെ മൻ കി ബാത്ത് കേൾക്കുക, സെൽഫി എടുക്കുക, അപ്ലോഡ് ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. ഞാൻ ഇറങ്ങിപ്പോകുന്നത് മാരാർജി പോകുന്നതാണെങ്കിലും കൂട്ടക്കരച്ചിൽ AKG സെൻറ്ററിൽ നിന്നാണ്. ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അത് പറയാൻ എനിക്ക് മടിയില്ല. കഴിച്ചിട്ട് ഉള്ളിക്കറി എന്ന് പറയുന്ന സ്വഭാവം എനിക്കില്ല. മമ്മൂട്ടി എന്ന മഹാനടനെ മതത്തിൻ്റെ പേരിൽ അടയാളപ്പെടുത്തേണ്ടതല്ല എന്ന നിലപാടെടുത്ത ആളാണ് ഞാൻ. അപ്പോൾ സുരേന്ദ്രൻ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ എന്തെങ്കിലും വിളിച്ച് പറയും. നമ്മളത് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മളെ മേൽ ഫോഴ്സ്ഫുള്ളി അത് അടിച്ചേൽപ്പിക്കും. ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് എല്ലാവരുടെ കയ്യിലും, അതായത് ഒരു ക്യാപ്റ്റൻ്റെ കയ്യിലുണ്ടാവേണ്ടത്. അത് സുരേന്ദ്രൻ്റെ കയ്യിലില്ല. ഡെഫിനറ്റ്ലി ഒരു CPM BJP അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്സ് കേരളത്തിലുണ്ടെന്ന് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും അറിയാം. ജനാധിപത്യപരമായിട്ടുള്ള സംവാദങ്ങൾക്ക് ഒരു സ്പേസും BJP അകത്തില്ല. അൺകണ്ടീഷണലായിട്ടാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അൺകണ്ടീഷണൽ. കോൺഗ്രസിന് വാഗ്ദാനം ചെയ്യാൻ എന്തോ ഉള്ളൂ? കേന്ദ്രത്തിൽ വരണമുണ്ടോ? കേരളത്തിൽ വരണമുണ്ടോ? ഞങ്ങളുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും അവർക്ക് വരണമില്ല. പിന്നെ അവർ എന്തെടുത്ത് വാഗ്ദാനം ചെയ്യും? ഒന്ന് എനിക്ക് തോന്നുന്നത് ഒരു റീസെൻറ്റ് ടൈംസിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഓക്കെ, മേ ബി ബെസ്റ്റ് അല്ലെങ്കിൽ ഒരു വലിയ ഇമ്പാക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ ഇപ്പോൾ MVR ഉണ്ട്, അല്ലെങ്കിൽ KR ഗൗരിയമ്മയുടെയൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കി അത്രയൊന്നും അത്രമാത്രം ഞാൻ വളർന്നിട്ടില്ല. അപ്പോൾ അത്രയൊന്നും ഞാൻ കരുതുന്നില്ല. കാരണം അത് വലിയ ക്രമസമാധാന പ്രശ്നം വരെ ഉണ്ടാക്കിയിട്ടുള്ളൊരു മാറ്റമായിരുന്നു. ലാൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാക്കിയതായിരുന്നു. ഇപ്പോൾ KR ഗൗരിയമ്മയുടെ ആണെങ്കിൽ വേറെ തരത്തിൽ താത്വികമായ രീതിയിലൊക്കെ വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചാണ്. എൻ്റെ മാറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒന്ന് ഒരു സംഘപരിവാർ ഫോൾഡിൽ നിന്ന് BJP ഫോൾഡിൽ നിന്ന് ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ലെവലിൽ നിന്നൊരാൾ ഒരു കോൺഗ്രസ്സിലേക്ക് പോകുന്നത് ഇതാദ്യമായിട്ടാണ്. അതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഇതിനുണ്ടായിരുന്നതെന്ന് എനിക്ക് ഒന്നും തോന്നിയത്. രണ്ട്, സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇത് നടന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യമായിട്ട്. ടൈമിങ് ശരിയാണ്, ടൈമിങ് പ്രധാനപ്പെട്ട തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ BJPക്ക് അകത്ത് നടക്കുന്ന ഈ പ്രശ്നങ്ങളുണ്ട്. അതായത് പലതരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സും പ്രശ്നങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ടല്ലോ. അതിനൊക്കെ ആധാരമായിട്ട് എൻ്റെ ഈ എക്സിറ്റും ഒക്കെ സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് വഴിവെച്ചത് BJPയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിൻ്റെ ഈ ഇൻകോമ്പറ്റൻസി തന്നെയാണ്. അപ്പോൾ അവർക്ക് അതല്ലാതെ ഞാനൊരു തരത്തിൽ ഉത്തരവാദിയായതല്ല, മറിച്ച് അവർ സ്വയമേവ ഉത്തരവാദിയായതാണ്. സന്ദീപിൻ്റെ റിവോൾട്ട് സുരേന്ദ്രനെതിരെയായിരുന്നു അതോ കൃഷ്ണകുമാറിനെതിരെയായിരുന്നു? കാരണം എന്നോട് എനിക്ക് 2 ദിവസം മുമ്പാണെന്ന് തോന്നുന്നു സന്ദീപ് പറഞ്ഞത്, എനിക്ക് സുരേന്ദ്രനുമായിട്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇതിൽ 2 കാര്യങ്ങളുണ്ട്. നമ്മൾ ആ സംഘടനയ്ക്കുള്ളിൽ നിൽക്കുന്ന സമയത്ത്, മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എനിക്ക് ആ സംഘടന അച്ചടക്കം പാലിച്ചുകൊണ്ട് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. പക്ഷേ പുറത്ത് വരുന്ന സമയത്താണ് എനിക്ക് കൂടുതൽ പറയേണ്ടി വരുന്നത്. ഓഫ് കോഴ്സ് സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് അദ്ദേഹമാണ് ഈ കാര്യത്തിലൊക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ. ഇന്നത്തെ പാർട്ടിയുടെ അവസ്ഥയ്ക്ക് പൂർണ്ണമായിട്ടും റെസ്പോൺസിബിലിറ്റി BJP ഒരു പ്രസിഡൻറ്റ് ഓറിയൻറ്റഡ് പാർട്ടിയാണ്. അദ്ദേഹമാണ് റെസ്പോൺസിബിൾ. അത് ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും പാർട്ടിക്കുള്ള റിവോൾട്ടാണെങ്കിലും പാർട്ടിക്കുള്ള ഐക്യമാണെങ്കിലും എല്ലാത്തിനും റെസ്പോൺസിബിലിറ്റി പാർട്ടിയുടെ പ്രസിഡൻറ്റിൻ്റെ കയ്യിലാണുള്ളത്. ആ പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പരിപൂർണമായി പരാജയപ്പെട്ടു. എൻ്റെ വിഷയം പരിഹരിക്കുന്നതിലും അതുമായി ബന്ധപ്പെട്ട് പരിഹാരം കണ്ടെത്തുന്നതിലും പാർട്ടിക്കുള്ളിൽ ഐക്യമുണ്ടാക്കുന്നതിലും ഒക്കെ അദ്ദേഹം പരിപൂർണമായി പരാജയപ്പെടുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷത്തിൻ്റെ മാത്രം ലീഡറായിട്ട് അദ്ദേഹം മാറി. ഞാൻ അതുകൊണ്ടാണ് ആദ്യത്തെ ദിവസം പറഞ്ഞിരുന്നത്, ശ്രീലങ്കയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. പണ്ട് ശ്രീലങ്കൻ ടീം ഓസ്ട്രേലിയ ടൂർ ചെയ്യുന്ന സമയത്ത് മുത്തയ്യ മുരളീധരൻ ബൗൾ ചെയ്യുന്ന സമയത്ത് തുടർച്ചയായിട്ട് നോ ബോൾ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓസ്ട്രേലിയൻ അമ്പയർ. ആ സമയത്ത് അർജുന രണതുംഗയായിരുന്നു ക്യാപ്റ്റൻ. ആ സമയത്ത് അർജുന രണതുംഗ ചെയ്തത് മുത്തയ്യ മുരളീധരനെയും മൊത്തം ടീമിനെയും വിളിച്ച് ബോയ്ക്കോട്ട് ചെയ്തു ആ മാച്ച്. ICCയുടെ ലൈഫ് ബാൻ അർജുന രണതുംഗ ക്യാപ്റ്റനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മേൽ വരാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സ്വന്തം കാരിയർ പോലും നഷ്ടപ്പെടുത്താൻ തയ്യാറായിക്കൊണ്ട് സ്വന്തം ടീംമേറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അർജുന രണതുംഗ കാണിച്ച ഒരു ഔന്നത്യമുണ്ട്. അതാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് എല്ലാവരുടെ കയ്യിലും, അതായത് ഒരു ക്യാപ്റ്റൻ്റെ കയ്യിലുണ്ടാവേണ്ടത്. അത് സുരേന്ദ്രൻ്റെ കയ്യിലില്ല.
സന്ദീപിന്റെ ബി.ജെ.പിയിൽ നിന്ന് കോൺഗ്രസിലേക്കുള്ള ഒരു മാറ്റം അത് ഐഡിയോളജിക്കൽ ആണോ അതോ പേഴ്സണൽ ആണോ? ഇതിൽ രണ്ട് തരത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് സംഭവിച്ചു. ഞാൻ ഇനീഷ്യലി വിചാരിച്ചിരുന്നു ഇതെല്ലാം വ്യക്തികളുടെ ഒരു വ്യക്തി വിരോധത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളായിരിക്കും എനിക്ക് നേരെ ഉള്ളതെന്നാണ് വരുന്നത്. പക്ഷേ ആത്യന്തികമായിട്ട് ഈ വ്യക്തികൾക്കൊക്കെ എന്നോട് വിരോധം തോന്നാനുള്ള അടിസ്ഥാനപരമായ കാരണം പ്രത്യയശാസ്ത്രപരമായി അവരുടെ ഉള്ളിലുള്ള വെറുപ്പ്, വിദ്വേഷം ഇതൊക്കെ തന്നെയാണ്. കാരണം മറ്റ് വ്യക്തികളോട് ഒരാളുടെ സഹിഷ്ണുത എന്ന് പറഞ്ഞ് തൊട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ അത് തന്നെ ലീഡർഷിപ്പിനകത്ത്, ഒരു സ്റ്റേറ്റ് ലീഡർഷിപ്പിനകത്ത് നിൽക്കുന്ന സമയത്ത് എനിക്കെവിടെയും അതിനുള്ളൊരു കരുതലോ സ്നേഹമോ ഒരു സഹജീവികളോടുള്ള ഒരു ആർദ്രതയോ ഒന്നും എനിക്ക് അവരുടെ പെരുമാറ്റത്തിൽ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യം ഇതെല്ലാം വ്യക്തികേന്ദ്രീകൃതമായിരിക്കും, വ്യക്തിയാധിഷ്ഠിതമായിരിക്കുന്ന കരുതിയത്. പക്ഷേ അങ്ങനെയല്ല, ഇത് അതിൻ്റെ പൊതു സ്വഭാവമാണ്, ആ ഇക്കോസിസ്റ്റത്തിൻ്റെ പൊതു സ്വഭാവമാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് അതിലൊരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് ആവശ്യമുണ്ട് എന്ന് എനിക്കും തോന്നിയത്. കുറച്ചുകൂടി മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്ലാറ്റ്ഫോമിലേക്ക് മാറണം എന്ന് തോന്നിയത്. അപ്പോൾ ഇത് സുരേന്ദ്രൻ്റെ പ്രശ്നമല്ല, ഇത് ബി.ജെ.പിയുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നമാണ് എന്നാണ്? ഡെഫിനറ്റ്ലി ബി.ജെ.പിയുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നം അതിൽ വലിയ തോതിലുണ്ട്. ബി.ജെ.പിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക്, ഈക്കോസിസ്റ്റത്തിനകത്തേക്ക് വരുന്ന ആളുകളിൽ മുഴുവൻ ഇത്തരത്തിലുള്ള ധാർഷ്ട്യവും ധിക്കാരവും ഒരു പരമത വിദ്വേഷവും പുച്ഛവും. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കണ്ടാൽ അറിയാലോ, മീഡിയയുടെ ആളുകളോട് എങ്ങനെയാണ് പെരുമാറുക. ഇന്നലെ അടക്കം നിങ്ങളോടൊക്കെ പെരുമാറിയത് ഏത് രീതിയിലെന്ന് അറിയാലോ. അത് ആ ഒരു ബോഡി ലാംഗ്വേജൊക്കെ വരികയാണ്. അവിടുന്ന് എനിക്കൊരു മാറ്റം ആവശ്യമാണെന്ന് തോന്നി. പ്രത്യേകിച്ച് ഇവരുപയോഗിക്കുന്ന ഭാഷ, ഇവരുപയോഗിക്കുന്ന ശൈലി, അതൊക്കെ നമുക്കൊട്ടും യോജിപ്പില്ലായിരുന്നു. പലപ്പോഴും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വിയോജിപ്പുകൾ പലപ്പോഴും, വ്യക്തിപരമായിട്ടുള്ള വിയോജിപ്പുകൾ തുറന്നു പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് പാർട്ടിയിൽ നിന്ന് ശാസന നേരിട്ടിട്ടുണ്ട്, എന്നെ സെൻഷർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ പല ഘട്ടങ്ങൾ മാധ്യമങ്ങളും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ബി.ജെ.പി നേതാക്കന്മാർ ഉപയോഗിക്കുന്ന ഭാഷ, അവരുടെ ശൈലി എന്നൊക്കെ പറയുന്നത് ബി.ജെ.പിയുടെ മാത്രമല്ല, അതിൻ്റെ റൂട്ട്സ് നിൽക്കുന്നത് ആർ.എസ്.എസിലാണ്. അപ്പോൾ ഈ സന്ദീപിനുള്ള ഈ വിരോധം ഇപ്പൊ ബി.ജെ.പിയോട് കാണിക്കുന്ന ഈ വിരോധം ആർ.എസ്.എസിനോടും ഉണ്ടോ? ഞാൻ നോക്കൂ, ഈ പൊളിറ്റിക്സിൽ വിരോധം എന്ന് പറയാൻ പറ്റില്ല, എതിർപ്പുകളാണല്ലോ. അങ്ങനെയാണല്ലോ ബി.ജെ.പിക്കാരും പറയാറുള്ളത്. ആ എതിർപ്പുകൾ അവരുടെ ഐഡിയോളജിയോടുള്ള എതിർപ്പാണ്, വ്യക്തികളോട് എതിർപ്പൊന്നുമില്ല. അപ്പം നാളെ സുരേന്ദ്രൻ ആ പ്രത്യയശാസ്ത്രത്തെ തള്ളി പറഞ്ഞുകൊണ്ട് പുറത്തു വന്നു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും ഏതെങ്കിലും മതനിരപേക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാകാൻ അദ്ദേഹം ആഗ്രഹിച്ചാൽ, ഞാൻ പറയല്ല, സ്വാഭാവികമായിട്ടും അദ്ദേഹം അങ്ങനെയുള്ള ആളുകളെ സ്വാഗതം ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അത് ഒരു ഐഡിയോളജിക്കൽ ഇഷ്യൂ തന്നെയാണ്. അത് ഏത് സംഘടന എന്നല്ല, ആ ടോട്ടൽ ഐഡിയോളജിയുടെ പ്രശ്നമാണ്. ബി.ജെ.പിയുടെ ഐഡിയോളജി എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? സ്വാഭാവികമായിട്ടും അതൊരു ഐഡിയോളജിക്കൽ ഇഷ്യൂ ആണ്. ആ ഐഡിയോളജിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ധാർഷ്ട്യമുണ്ട്, ധിക്കാരമുണ്ട്, ഒരു ഓട്ടോക്രസിയുടെ സ്വഭാവമുണ്ട്. അതായത് ഏകശിലാ കേന്ദ്രീകൃതമായിട്ടുള്ള രീതിയിൽ ഉത്തരവുകൾ പുറപ്പെടുവിക്കുക, താഴെത്തട്ടിലുള്ള ആളുകൾ അത് അനുസരിക്കുക. അതിലപ്പുറം ജനാധിപത്യപരമായിട്ടുള്ള സംവാദങ്ങൾക്ക് ഒരു സ്പേസും ബി.ജെ.പിക്ക് അകത്തില്ല. അതില്ലാതിരിക്കാൻ കാരണം സ്വാഭാവികമായിട്ടും അതിൻ്റെ ഐഡിയോളജി തന്നെയാണ്. ആ ഐഡിയോളജി എവിടെ നിന്ന് വന്നോ ആ ഐഡിയോളജിയോടാണ് ഇപ്പം എൻ്റെ എതിർപ്പ്. നമ്മൾ ഇത്രയും ചോദ്യം ചോദിച്ചിട്ട് സന്ദീപ് ഉച്ചരിക്കാൻ മടിക്കുന്നുണ്ട്. ഇല്ല, ഡെഫിനറ്റ്ലി ഇല്ലല്ലോ. ഞാൻ ബി.ജെ.പി എന്നാണ്, ഞാൻ വിട്ടത് ബി.ജെ.പി എന്നാണ് വിട്ടു വന്നിട്ടുള്ളത്. ആ ബി.ജെ.പിയുടെ ഐഡിയോളജി സ്വാഭാവികമായിട്ടും അതിൻ്റെ റൂട്ട്സ് കിടക്കുന്നത് സംഘപരിവാർ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ സംഘപരിവാറിൻ്റെ ടോട്ടൽ ഐഡിയോളജി, അതിനെ ആ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഐഡിയോളജിയെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ അതിനെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഞാൻ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്ന എൻ്റെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ബി.ജെ.പി ആയിരുന്നു. എനിക്ക് ചുമതല ഉണ്ടായിരുന്ന പ്രസ്ഥാനം, ഞാൻ ഓർഗനൈസേഷനിൽ ചുമതല ഉണ്ടായിരുന്ന എനിക്ക് ബി.ജെ.പിയിലായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എനിക്ക് ബി.ജെ.പി തന്നെയാണല്ലോ ആദ്യമായിട്ട് തള്ളിപ്പറയണത്. ഞാൻ ആർ.എസ്.എസിലൂടെ അല്ല പബ്ലിക് ലൈഫിൽ വന്നത്. ഞാൻ SFIയിലാണ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോണ്ടായിരുന്നത്. അതിനുശേഷം ഞാൻ ഡയറക്റ്റ്ലി ബി.ജെ.പിയിലേക്കാണ് വന്നത്. ഞാൻ ആർ.എസ്.ലേക്ക് ഡയറക്റ്റ് വന്ന ഒരാളല്ല. പക്ഷേ ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു ആശയത്തോട് ബി.ജെ.പിയിൽ വന്നതിന് ശേഷം കൂടുതൽ ഉൾക്കൊണ്ടിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്, ശാഖയിൽ പോയിട്ടുണ്ട്, പ്രോഗ്രാമുകളിൽ പങ്കെടുത്തിട്ടുണ്ട്, സ്വയം സേവകമായിട്ട് മാറിയിരുന്നു. അതിനുശേഷം ഈ കഴിഞ്ഞ വിജയദശമിക്ക് പോലും ആർ.എസ്.എസിൻ്റെ ഗണവേഷം അണിഞ്ഞ് വിജയദശമി പരിപാടി പങ്കെടുത്താണ്. എൻ്റെ നാട്ടിലെ ആർ.എസ്.എസിൻ്റെ ഇത്തവണത്തെ വിജയദശമി പരിപാടി എൻ്റെ ഗ്രാമത്തിലാണ് നടന്നത്. എൻ്റെ ശാഖയാണ് അത് ഹോസ്റ്റ് ചെയ്തത്. പൂർണ്ണമായിട്ടും അതിൻ്റെ ചിലവുകളും കാര്യങ്ങളും സംവിധാനവും ചെയ്തു കൊടുത്തത് ഞാനായിരുന്നു. അത് അപ്പോൾ എല്ലാ വർഷത്തെയും ഗുരുദക്ഷിണ, ആർ.എസ്.എസിലെ ഒരു മെമ്പർ ചെയ്യുന്ന ഏറ്റവും പ്രധാന ഗുരുദക്ഷിണ, ഞാൻ ഗുരുദക്ഷിണ ചെയ്തിരുന്നത് സ്വയംസേനാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ആ സംഘടനയാണെങ്കിലും ബി.ജെ.പി ആണെങ്കിലും അതിനൊരു ജനാധിപത്യ സ്വഭാവമില്ല. അവിടെ നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയൊന്നുമില്ല.
അപ്പോൾ അതല്ലെങ്കിൽ അത് കേൾക്കാനോ അതല്ലെങ്കിൽ ആളുകളെ കേൾക്കുക എന്നൊരു സ്വഭാവമില്ല. മൻ കി ബാത്താണ്, അവിടുന്ന് റേഡിയോ ഓൺ ചെയ്ത് വെച്ചതുപോലെയുള്ള പരിപാടിയാണ്. നമുക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല. അതാണ് അതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. സന്ദീപിന് BJP കേഡറിന് അപ്പുറത്തേക്ക് ഈ സംഘപരിവാർ അനുകൂല സംഘടനകൾ ഒരുപാട് ഫാൻ ബേസും പല ഇഷ്യൂസും ടേക്കപ്പ് ചെയ്തത് സന്ദീപാണ്. ഹലാൽ ഫുഡിന്റെ wrong. ഹലാൽ ഫുഡ് ഇഷ്യൂ വാസ് ടേക്കൺ ബൈ സുരേന്ദ്രൻ. ഞാൻ ഓപ്പോസിറ്റായിട്ടാണ് സംസാരിച്ചത്. ഹലാൽ വിഷയത്തിലാണ് എന്നെ സെൻഷർ ചെയ്തത്. ഹലാൽ വിഷയം നോക്കൂ, ഈ സമൂഹത്തിൽ എത്രമാത്രം പരമത വിദ്വേഷം കടത്തിവിട്ട വിഷയമായിരുന്നു. എന്താ സുരേന്ദ്രൻ പറഞ്ഞത്? മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയുള്ള ഹോട്ടലുകളിൽ കൊടുക്കുന്ന ഭക്ഷണത്തിൽ അവർ തുപ്പിയിട്ടാണ് ഭക്ഷണം കൊടുക്കുകയെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പരസ്യമായി പറഞ്ഞു. ഞാനപ്പോൾ എടുത്ത നിലപാട് സോഷ്യൽ മീഡിയയിലിട്ട ഫേസ്ബുക്ക് പോസ്റ്റ്, ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പേരിൽ ഞാനത് ആദ്യം അന്ന് നമ്മുടെ ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പേര് പറഞ്ഞ് ശരിയല്ലോ, ഒരു ചെയിൻ റെസ്റ്റോറൻറ്റ് ശൃംഖലയ്ക്കെതിരെ ഒരു വലിയ ആക്ഷേപം സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ടായിരുന്നു, ക്യാമ്പയിൻ നടക്കുന്നുണ്ടായിരുന്നു. അതുകൂടി ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞു. നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്, നമ്മളുടെ ഒരു സ്പീച്ച്, നിരുത്തരവാദപരമായിട്ടുള്ള സ്പീച്ച് കാരണം ഒരാളുടെ സ്ഥാപനം പൂട്ടിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. ഇവിടെ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും പരസ്പരം സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി ജീവിക്കാൻ കഴിയില്ല. അതൊരു പർട്ടിക്കുലർ ഒരു കോഴിക്കോട് ഒരു റെസ്റ്റോറൻറ്റ്. യെസ്. അപ്പോൾ ഞാൻ പറഞ്ഞത് അല്ല, അന്ന് ആ റെസ്റ്റോറൻറ്റിനെതിരെ ക്യാമ്പയിൻ നടക്കുന്നത്, സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ. അതേ ദിവസമാണ് സുരേന്ദ്രൻ്റെ ഈ പ്രസ്താവനയും വന്നത്. അപ്പോൾ അത് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്നത് മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറം പാലക്കാട് ബോർഡറാണ്. ഞാൻ ജനിച്ചെല്ലാം മലപ്പുറം ജില്ലയിലാണ്. എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട്. ഞാൻ അവരുടെയൊക്കെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. നമുക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണമെങ്കിൽ അത്തരം റെസ്റ്റോറൻറ്റുകളിൽ പോകും. സുരേന്ദ്രനും അങ്ങനെയുള്ള പ്രദേശത്ത് നിന്ന് വന്ന ആളാണ്. ഈ പ്രസ്താവനയൊക്കെ നടത്തിയ ശേഷം സുരേന്ദ്രൻ മുസ്ലിങ്ങളുടെ ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അവരുടെ കല്യാണങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, പ്രധാനപ്പെട്ട വൻകിട മുസ്ലിം മുതലാളിമാരുടെ വീട്ടിൽ ഗസ്റ്റായിട്ട് പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തുപ്പിയ ഭക്ഷണമാണോ കിട്ടുന്നതല്ലോ. അപ്പോൾ ഈ രീതിയിൽ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയിട്ട് കൃത്യമായ ലക്ഷ്യത്തോടെ ഒരു BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ ഇരിക്കുന്ന ഒരാൾ നടത്താൻ പാടില്ലാത്ത പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അത് മാത്രമല്ല, ഞാൻ അതിനെ വളരെ വ്യക്തിപരമായിട്ട് അതിനെ ഇത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാവരുത്, കേരളത്തെ പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അത്തരം ഭിന്നിപ്പുണ്ടാക്കുന്ന നിലപാടുകൾ ആരും സ്വീകരിക്കരുത്, വികാരമാവരുത്, വിവേകമായിരിക്കണം നമ്മളെ നയിക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് സുരേന്ദ്രൻ എന്നെ ഫോൺ ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. എന്നിട്ട് പാർട്ടി നിലപാടാണ് മാധ്യമം എൻ്റേതെന്ന് വേറെ പോസ്റ്റ് ഇടിയിപ്പിച്ചു. എന്നെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചാണ്. എനിക്ക് വേറെ നിവൃത്തിയ കാലത്തിൽ എനിക്ക് ചെയ്യേണ്ടി വന്നു. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അപ്പോഴും അതൊരു വലിയ പ്രയാസമായിട്ട് നിൽക്കുകയാണ്. അതിനുശേഷം 1 വർഷത്തോളം എന്നെ മാധ്യമ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് വിലക്കി, TV ചർച്ചകളിൽ പോകുന്ന വിലക്കി എന്നെ കംപ്ലീറ്റ്ലി. അത് സാഹചര്യം ഉണ്ടായി. ലക്ഷദ്വീപ് വിഷയത്തിൽ സുരേന്ദ്രൻ്റെ പ്രസ്താവന എഗെയിൻ. ലക്ഷദ്വീപിൽ എന്താ പറയുക, ആയുധങ്ങൾ കണ്ടെത്തുന്നു, തീവ്രവാദികളുണ്ട്, മയക്കുമരുന്നിൻ്റെ കേന്ദ്രമാണ് എന്നൊക്കെ പറഞ്ഞ് ലക്ഷദ്വീപിലെ മുഴുവൻ ജനങ്ങളെയും ആക്ഷേപിക്കുന്ന നിലപാട് സുരേന്ദ്രൻ എടുത്തു. എൻ്റെ നിലപാട് വീണ്ടും നിങ്ങൾ പരിശോധിച്ചോളൂ. അന്നത്തെ മാതൃഭൂമി ചർച്ചയിൽ ഹാഷ്മി അതിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ലക്ഷദ്വീപിലെ ജനങ്ങളും ഇന്ത്യക്കാരാണ്. ലക്ഷദ്വീപും ആൻഡമാനും ഇന്ത്യയുടെ മുങ്ങാത്ത വിമാനവാഹിനികളാണ്. അവിടുത്തെ ജനങ്ങളെയും ഉൾക്കൊള്ളണം, അവരുടെയും അവരെ അപരവൽക്കരിക്കുന്നതിനോട് യോജിപ്പില്ല എന്ന എൻ്റെ നിലപാട്. ഈ 2 നിലപാടും വാസ്തവത്തിൽ പിന്നീട് BJPയുടെ കേന്ദ്ര നേതൃത്വം എൻ്റെ നിലപാടുകൾ അക്നോളജ് ചെയ്തു. ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, ഹലാൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ BJP സെൻട്രൽ ലീഡർഷിപ്പിൻ്റെ നിലപാട് പിന്നീട് വന്നു. ഞാൻ പറഞ്ഞതായിരുന്നു ശരിയെന്ന് പിന്നീട് ബോധ്യപ്പെട്ടു. അവർ ആ നിലപാടിലേക്ക് വരേണ്ടി വന്നു. ലക്ഷദ്വീപ് വിഷയത്തിൽ പിന്നീട് ഞാൻ പറഞ്ഞ നിലപാടിലേക്ക് വരേണ്ടി വന്നു. ലക്ഷദ്വീപിലെ ജനങ്ങളെ അപരവൽക്കരിക്കുന്ന നിലപാടിലേക്ക് വരേണ്ടി വന്നു. അപ്പോൾ സുരേന്ദ്രൻ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ എന്തെങ്കിലും വിളിച്ച് പറയും. നമ്മളത് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മളെ മേൽ ഫോഴ്സ്ഫുള്ളി അത് അടിച്ചേൽപ്പിക്കും. 3ാമത്തെ വിഷയം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിഷയം. മുല്ലപ്പെരിയാർ വിഷയത്തിൽ നമുക്കറിയാം, ഇപ്പോൾ BJPയുടെ ഒരു വക്താവായിരിക്കുന്ന സമയത്ത് ഒരു നിലപാട് ആരെങ്കിലും വിളിച്ചു വയ്ക്കുന്ന സമയത്ത് BJPയുടെ ഒരു പ്രഖ്യാപിത നിലപാടുണ്ടായിരിക്കും ഓരോ വിഷയത്തിൽ. ഇപ്പോൾ അയോധ്യ വിഷയത്തിൽ BJP പ്രഖ്യാപിത നിലപാടുണ്ട്. അന്നത്തെ കാലത്ത് എനിക്കത് പറഞ്ഞാൽ മതി, അത് പിന്നീട് വിളിച്ചു വയ്ക്കേണ്ട ക്ലാരിഫിക്കേഷൻ വിളിച്ചു വയ്ക്കേണ്ട കാര്യമില്ല. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം എന്നുള്ളതാണ് BJPയുടെ നിലപാട്. ഇത് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ എനിക്ക് പരസ്യമായിട്ട് സംസ്ഥാന ഭാരവാഹി യോഗത്തിൽ വിമർശനം സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു. എനിക്ക് വിശദീകരിക്കാൻ പോലും അവസരം തന്നില്ല.
ഞാൻ BJPയുടെ പ്രഖ്യാപിത നിലപാടിനപ്പുറം ഒരു വാക്കുപോലും പറഞ്ഞിരുന്നില്ല. പക്ഷേ അതുപോലും ഞാൻ പറയാൻ പാടില്ലായിരുന്നു എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത്. അപ്പം എനിക്ക് കിട്ടുന്ന ആക്സെപ്റ്റൻസിലും ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മാധ്യമങ്ങൾ കിട്ടുന്ന ശ്രദ്ധയിലും ജനങ്ങൾക്കിടയിൽ കിട്ടുന്ന ആക്സെപ്റ്റൻസിലും വലിയ അസംതൃപ്തി അപ്പുറത്തുണ്ടായിരുന്നു. അതുകൊണ്ട് പർപ്പസ്ഫുള്ളി എന്നെ ടാർണിഷ് ചെയ്യാൻ വേണ്ടി ശ്രമമുണ്ടായി, ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. അപ്പോൾ അത് വലിയൊരു കാലഘട്ടമായിരുന്നു. ഞാൻ സാധാരണ ഒരു ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്നൊരു, എനിക്ക് ഗോഡ് ഫാദർമാരൊന്നുമില്ല പൊളിറ്റിക്സിൽ, സാധാരണ ഒരു ഗ്രാമത്തിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. ആ നിലയ്ക്ക് എന്നെ സംബന്ധിച്ചോളം ഈ BJPയിലുള്ള ഗ്രൂപ്പ് പൊളിറ്റിക്സിൻ്റെ ഒന്നും ഒരു ഭാഗമാവാതെ വന്നിട്ടുണ്ട് ഞാൻ എല്ലാ കാലത്തും. അതുകൊണ്ട് തന്നെ എനിക്ക് ഗോഡ് ഫാദർമാരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളെ ഒരാൾ ഈ ഒരു വിഷയത്തിൽ സംസ്ഥാന പരവ്യത്തിൽ നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന സമയത്ത് അയാൾ ചെയ്തത് ശരിയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലും ഒരാളും നമ്മളെ അനുകൂലിക്കാത്ത സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഏകപക്ഷീയമായ ഒറ്റപ്പെടുത്തലുകളുണ്ടായി. ഒരു പരിധിക്കപ്പുറം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇറങ്ങിപ്പോയി. സന്ദീപിന്റെ കുടുംബത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? എൻ്റെ അമ്മയുടെ കുടുംബം അത് പഴയ കാല ജന്മി കുടുംബമാണ്, ഒരു കോൺഗ്രസ് കുടുംബമായിരുന്നു. അച്ഛൻ ഈ വാര്യർ സമുദായത്തിൽപ്പെട്ടു. അച്ഛൻ അങ്ങനെ ഒരു പൊളിറ്റിക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ വളരെ ചെറുപ്പത്തിലെ ആർമിയിലൊക്കെ പോയി. അച്ഛനൊരു ലെഫ്റ്റ് താല്പര്യം ഉണ്ടായിരുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അച്ഛൻ അങ്ങനെയായിരുന്നു, ലെഫ്റ്റ് താല്പര്യം ഉണ്ടായിരുന്ന ആളായിരുന്നു. അങ്ങനെ പ്രകടമായ രാഷ്ട്രീയമൊന്നും എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. അവർ ഇലക്ഷൻ വോട്ട് ചെയ്യുന്നതിലപ്പുറം, അതല്ലെങ്കിൽ അമ്മയ്ക്കൊരു കോൺഗ്രസ് പശ്ചാത്തലമുള്ളപ്പോൾ പോലും, അമ്മ കോൺഗ്രസിന് വോട്ട് ചെയ്യുമ്പോൾ പോലും അച്ഛൻ CPM വോട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് എൻ്റെ അറിവ്. അവർ അങ്ങനെ വളരെ എൻ്റെ നാട്ടിലെ ഏറ്റവും വിവാദം ഉണ്ടാക്കിയ ഒരു പ്രണയ വിവാഹമായിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അങ്ങനെ വലിയ സ്നേഹത്തിൽ കഴിഞ്ഞിട്ടുള്ളൊരു അച്ഛനും അമ്മയാണ്. അവർ തമ്മിൽ അങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുകയാണ് ചെയ്തത്. അത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് അവിടെ 2 ഓർഗനൈസേഷനേ ഉള്ളൂ, ഒന്ന് SFI ഒന്ന് MSF. അപ്പം SFIയിൽ ഉണ്ടായിരുന്ന ചില സുഹൃത്തുക്കൾ, അന്ന് MSFൻ്റെ ഏകാധിപത്യമാണ് കോളേജിൽ സ്കൂളിൽ. അപ്പം എനിക്ക് ഞാൻ അതിനു മുമ്പ് ഞാൻ ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ പരിപാടികൾ സ്ഥിരമായിട്ട് പങ്കെടുക്കും. എൻ്റെ പരിഷത്തിൻ്റെ മറ്റേ കലാജാഥകൾ, അതല്ലെങ്കിൽ മറ്റേ ഈ വിജ്ഞാനോത്സവങ്ങൾ, അതിലേക്ക് സ്ഥിരമായിട്ട് സമ്മാനം കിട്ടുമായിരുന്നു. യുറേക്ക വിജ്ഞാനോത്സവം എന്നൊക്കെ പറഞ്ഞ് കുറേ പരിപാടികൾ കുട്ടികളെ ആകർഷിക്കുന്നു. അപ്പോൾ അതിലെല്ലാം സ്ഥിരമായി പോയിരുന്നു. അപ്പോൾ എനിക്കൊരു ലെഫ്റ്റ് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അന്ന് 91-ലൊക്കെ ഗൾഫ് വാറൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഇടതുപക്ഷ ആശയം ഉള്ള കുട്ടികളൊക്കെ ഇറാഖിൻ്റെ കൂടെയും, അപ്പുറത്ത് എൻ്റെ തന്നെ വീട്ടിൽ അമ്മയുടെ കുടുംബത്തിൽപ്പെട്ട മറ്റു കുട്ടികളൊക്കെ അമേരിക്കയുടെ കൂടെയൊക്കെ ആയിട്ട് അവർ പാട്രിയറ്റ് മിസൈൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്കഡ് മിസൈൽ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കളിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ സദ്ദാം ഹുസൈനെ ആരാധിക്കുന്നു, അവർ ജോർജ് ബുഷിനെ ആരാധിക്കുന്നു, അങ്ങനെ ഉള്ളതുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അന്ന് പോലെ ലെഫ്റ്റാണ് താല്പര്യം. അപ്പോൾ അതെന്തുകൊണ്ടും അങ്ങനെ വന്നു. പിന്നെ എനിക്ക് വന്നത് 89-ലല്ലേ VP സിംഗ് പ്രൈം മിനിസ്റ്റർ വന്ന്, 89-ലെ. അപ്പോൾ ആ ഇലക്ഷനൊക്കെയാണ് എൻ്റെ മനസ്സിൽ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു ഇലക്ഷനൊക്കെ. അന്ന് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യം, മറ്റേ ബോഫേഴ്സിന് ശേഷമുള്ള പിന്നെ രാഷ്ട്രീയ സാഹചര്യം. അപ്പോൾ അന്നൊക്കെ എൻ്റെ വീട്ടിലിങ്ങനെ അച്ഛനും ഒക്കെ ഞാൻ രാഷ്ട്രീയം പറയുന്നത് കേട്ടിട്ട് എനിക്ക് ലെഫ്റ്റിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഹൈസ്കൂളിലെത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും SFIയിൽ ജോയിൻ ചെയ്യുക, എന്നാൽ കുറേ സുഹൃത്തുക്കൾ അതിലുള്ളത്. അവിടെ പോയിട്ട് SFIയുടെ സ്ഥാനാർത്ഥിയായിട്ട് കണ്ടസ്റ്റ് ചെയ്തു. കാരണം പക്ഷേ SFI ജയിക്കാൻ ഒരു സാധ്യതയില്ലാത്തൊരു സ്ഥലമായിരുന്നു. അവിടെ പോയി കണ്ടസ്റ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഐഡിയോളജിക്കലി ഏറ്റവും ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന BJPയിലേക്കുള്ള അത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ തന്നെയാണ്, അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെയാണ് നമ്മുടെ അന്ന് നമ്മളൊരു വായന എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ ടുഡേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പം വരുന്ന അച്ഛൻ ഒരുപാട് പുസ്തകങ്ങളൊക്കെ കൊണ്ടുവരായിരുന്നു വീട്ടിൽ. അച്ഛൻ അന്ന് സ്റ്റേഷൻ മാസ്റ്റർ, ആദ്യം ആർമിയിലായിരുന്നു, പിന്നെ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ. അച്ഛൻ ഒരുപാട് പുസ്തകങ്ങൾ കിട്ടും, ഈ പിന്നെ റെയിൽവേയിൽ വരുമല്ലോ പുസ്തകങ്ങളൊക്കെ വരും, ഇതെല്ലാം വീട്ടിൽ കൊണ്ടുവരും. പിന്നെ മാതൃഭൂമി വീക്കിലി എനിക്കൊന്നൊരു 10-30-40 വർഷത്തെ മാതൃഭൂമി വീക്കിലി വീട്ടിൽ സ്റ്റോക്ക് അങ്ങനെ. അപ്പോൾ വായന ധാരാളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഇന്ത്യയിൽ ഒന്ന് 90s ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നല്ലോ ഇന്ത്യയിൽ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അന്നത്തെ കുട്ടികളുടെ ഇടയിലൊക്കെ മനസ്സിലൊക്കെ നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊരു പ്രതീക്ഷയായിട്ടുണ്ടായിരുന്നത് എന്താ പറയുക, കറപ്റ്റ് അല്ലാത്ത ഡിസിസീവായിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലീഡർഷിപ്പ് ഉള്ളൊരു പൊളിറ്റിക്കൽ പാർട്ടി, അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒറേറ്ററാണ്. അന്ന് അച്ഛൻ്റെ ഒരു വാക്കുകൂടി എന്നെ അതിലേക്ക് ആകർഷിച്ചു. അച്ഛൻ ഒരു തവണ പറഞ്ഞത്,
അച്ഛൻ എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ അന്ന് അച്ഛൻ എക്സ്റ്റേണൽ അഫയേഴ്സിലാണ്. ആർമിയിൽ നിന്ന് വിട്ടിട്ട് റെയിൽവേയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് അച്ഛൻ 1 വർഷക്കാലം എക്സ്റ്റേണൽ അഫയേഴ്സിലുണ്ട്. ആ സമയത്ത് രാംലീല മൈതാനിൽ അടൽജിയുടെ സ്പീച്ച് കേട്ടതിനെ കുറിച്ച് അച്ഛൻ ദിവസം പറഞ്ഞു. അപ്പോൾ അച്ഛൻ ഈ ഹിന്ദിയിലും ഒക്കെ നല്ല ഗ്രാഹ്യമുള്ള ആളാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ ഈ കവിത തുളുമ്പുന്നത് പോലെയാണ് അടൽജിയുടെ പ്രസംഗം എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യൊക്കെ ഇങ്ങനെ വീശിയിട്ടുള്ള വാജ്പേയിയുടെ പ്രസംഗത്തെക്കുറിച്ചിട്ട് അച്ഛനും എന്തോ ഒരു തവണ യാദൃശ്യമായിട്ട് പറഞ്ഞു. പിന്നീട് എനിക്ക് വന്നത് മനോരമയുടെ എഡിറ്റോറിയലോ മറ്റോ ആരോ ഈ അടൽജിയുടെ സ്പീച്ചിനെ കുറിച്ചൊരു ഗംഭീര ആർട്ടിക്കിൾ എഴുതിയിരുന്നു. എന്നാൽ വാജ്പേയി ഇങ്ങനെ പ്രൈം മിനിസ്റ്റർഷിപ്പിക്ക് വരും, അബ്കി ബാരി അടൽ ബിഹാരി എന്ന് പറഞ്ഞിട്ട് BJPയുടെ ക്യാമ്പയിനൊക്കെ നടക്കുന്ന സാഹചര്യം കൂടിയാണ്. ഞാനിങ്ങനെ ഇതറിയാൻ വേണ്ടിയിട്ട് വായിക്കും, വാജ്പേയിയെ കുറിച്ച് അറിയാൻ വേണ്ടി വായിക്കും. അപ്പോൾ വാജ്പേയി, അഡ്വാനി, ജോഷി ത്രയം ആ സമയത്ത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ചേഞ്ച് ഉണ്ടാവാൻ പുതിയൊരു ഇവരെ കൊണ്ട് കഴിയുമെന്നൊരു തോന്നൽ അന്നത്തെ സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് BJPക്ക് ഒരു ആകർഷണം ഉണ്ടായത്. അങ്ങനെ ജോയിൻ ചെയ്തല്ല, അന്ന് ഞാനൊരു BJPക്കാരായി മാറി. പിന്നീട് ഞാൻ BJPയുടെ ഒരു പൊസിഷനിലെത്തുന്ന ഒരു പ്രവർത്തനമായി മാറുന്നത് വളരെ ലേറ്റാണ്. അന്നൊന്നും എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കൊന്നുമില്ല. പക്ഷെ മാനസാന്തരം സംഭവിക്കുക എന്ന് പറയില്ലേ, ആ ഒരു മാനസാന്തരം സംഭവിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിൽ SFI കഴിഞ്ഞ ഉടനെ ആ സമയത്ത് തന്നെ സംഭവിക്കുന്നു. പിന്നീട് ഞാനൊരു ആക്റ്റീവ് ഒരു പൊളിറ്റിക്സിക്കൊക്കെ വരുന്നത് കോളേജിലേക്ക് പ്രീ ഡിഗ്രി കാലഘട്ടം കഴിഞ്ഞ ഉടനെയാണ് ഞാൻ കുറച്ചൊക്കെ പ്രവർത്തനത്തെ യുവമോർച്ചയുടെ ഒരു ചുമതലയ്ക്കൊക്കെ സാധാരണ പഞ്ചായത്ത് ചുമതലയ്ക്കൊക്കെ വരുന്നത്. പക്ഷെ അന്ന് ഞങ്ങളുടെ നാട്ടിൽ BJP ഇല്ല. BJP വളരെ കുറച്ചാണുള്ളത്. ഒരു വിരലിലെണ്ണാവുന്ന വോട്ടാണ് വാർഡിലൊക്കെ കിട്ടുക. അതിലപ്പുറം ഒന്നും BJP ഇല്ല. പക്ഷെ എന്നാലും പിന്നെ അന്ന് അപ്പോഴേക്ക് വാജ്പേയിയുടെ ഫസ്റ്റ് ഗവൺമെൻറ് വന്നു. ന്യൂക്ലിയർ സ്ഫോടനം കാര്യങ്ങളുണ്ടായി. ആദ്യം 13 ദിവസത്തെ വന്നു, പിന്നെ 13 മാസത്തെ വന്നു. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. ഫസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ അച്ഛൻ അതിനെക്കുറിച്ചും പറഞ്ഞിട്ടിരുന്നു. ആദ്യത്തെ 13 ദിവസത്തെ സർക്കാരിലെ മന്ത്രിമാരുടെ ഒരു പോർട്ട്ഫോളിയോസ് എനിക്ക് തോന്നുന്നു അവരെല്ലാം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഘനഗംഭീരന്മാരായിട്ടുള്ള ആളുകളാണ്. 13 ദിവസത്തെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും അതെങ്ങനെ പ്രമോദ് മഹാജൻ അത് എന്തുകൊണ്ട് 13 ദിവസത്തെ ചൂസ് ചെയ്തു, ഗവൺമെൻറ് എടുക്കണം, ഒരിക്കലും ഭൂരിപക്ഷം ഉണ്ടാവില്ല എന്നറിഞ്ഞിട്ട് പോലും 13 ദിവസത്തെ എന്തിന് ഭരണം ഏറ്റെടുത്തു അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി കാണുന്ന സമയത്ത് നമുക്കൊരു താല്പര്യം തോന്നുന്നു. അങ്ങനെ താല്പര്യം തോന്നുന്നു. BJPയിലേക്ക് അട്രാക്ട് ചെയ്ത ചില റീസൺസ് പറഞ്ഞു, ഡിസൈസീവ് ആയിട്ട്, കറപ്ഷൻ അല്ലാത്ത സ്ട്രോങ് ഡിസിഷൻസ് എടുക്കുന്ന ആ കാരണങ്ങളൊക്കെ ഇന്നും BJPയിൽ നിൽക്കുന്ന റീസൺസ് തന്നെയാണ്. നമ്മൾ നാഷണലി നോക്കിയാൽ ഈ ക്വാളിറ്റീസ് എല്ലാം ഇന്നും BJPക്ക് ഉണ്ട്. ഇല്ല, എനിക്ക് തോന്നുന്നില്ല. ഒന്ന്, അടൽ ബിഹാരി വാജ്പേയിനെ പോലെ ഒരു ലീഡർഷിപ്പ് ഇപ്പോൾ ഇല്ലല്ലോ. ഇത്രയും വൈവിധ്യപൂർണമായിട്ടുള്ള 10-13 പാർട്ടികളെ ഒറ്റക്കെട്ടായിട്ട് അദ്ദേഹത്തിന് കുറേ കാലം നന്നായി കൊണ്ടുപോകാൻ പറ്റിയല്ലോ. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളും വാജ്പേയി എന്ന് പറഞ്ഞൊരു ഫിഗറിനെ എല്ലാവരും അന്ന് അംഗീകരിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് അതുകൊണ്ടാണല്ലോ വാജ്പേയി പോയിട്ട് ഗുജറാത്തിൽ രാജധർമ്മം പാലിക്കണമെന്ന് പറഞ്ഞ. അത് അദ്ദേഹത്തിൻ്റെ ഒരു കവിത്വമുള്ള ഹൃദയം ഉണ്ടായിരുന്നു ഒരു അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പറയാൻ പറ്റുക. ഇന്ന് ആ രീതിയിലൊരു ഉപദേശം കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാവുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിൻ്റെ നൈർമല്യമൊന്നും ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയും, ഇപ്പോൾ വളരെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ളൊരു സെറ്റപ്പാണ് സംഘടനയ്ക്കകത്തുള്ളത്. അത് നമുക്ക് ഒരു ജനാധിപത്യ മൂല്യങ്ങളോട് കുറച്ചെങ്കിലും റെസ്പെക്റ്റുള്ള ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്ന രീതിയിലല്ല ഇപ്പോൾ കാര്യങ്ങൾ. അല്ല, അത് കാലം വിലയിരുത്തട്ടെ, ഞാൻ മാത്രം പറയേണ്ട കാര്യമല്ലല്ലോ. മോദി കറപ്ഷൻ ഇല്ലാത്ത നേതാവ് എന്നുള്ള ഇമേജ് മോദിക്കുണ്ട്. അല്ല, അത് ഞാൻ പബ്ലിക് പെർസെപ്ഷനെ കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. ദർ ആർ അലിഗേഷൻസ്. ഇപ്പം ഒരാളുടെയും പേഴ്സണൽ കറപ്ഷനെ കുറിച്ചില്ല. അതിനപ്പുറം ഇപ്പം അഡാനിക്കെതിരെ അമേരിക്കൻ കോർട്ട് ചുമത്തിയിട്ടുള്ള കുറ്റം അടക്കം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ ഓരോ കാലത്ത് ഓരോ പെർസെപ്ഷനും ഇമേജൊക്കെ ഓരോരുത്തരുണ്ടാക്കും. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും റീസെൻറ്റ് ന്യൂസൊക്കെ നിങ്ങൾ കവർ ചെയ്യുമ്പോൾ നമുക്ക് പൊതുജനങ്ങൾക്ക് ചില മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരാളുടെ ഇൻഡിവിജ്വൽ കറപ്ഷനെ കുറിച്ചല്ല പറയുന്നത്. പക്ഷേ ടോട്ടൽ സിസ്റ്റം നിങ്ങൾ ക്ലെയിം ചെയ്യുന്നത് പോലെയല്ല എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഞാൻ ഒരാളുടെയും ഇൻഡിവിജ്വൽ കറപ്ഷനെ കുറിച്ച് തെളിവില്ലാതെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഡെഫിനറ്റ്ലി ദോസ് പീപ്പിൾ ആർ റിലേറ്റഡ് വിത്ത് നരേന്ദ്രമോദി ആർ കറപ്റ്റ് നൗ. ലൈക്ക് അഡാനിക്കെതിരെ വന്നിട്ടുള്ള റീസെന്റ് കോർട്ട് വെർഡിക്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഈ കറപ്ഷന്റെ കേസ് പറയുമ്പോൾ നമ്മൾ റീസെന്റ് കണ്ട ഏറ്റവും കറപ്റ്റ് ഗവൺമെന്റ്സ് എന്ന് പറയുന്നത് UPA 2 ആണെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആ UPA 2 നയിച്ച കോൺഗ്രസിലേക്കാണ് സന്ദീപ് ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസിനെയും കറപ്ഷനെയും രണ്ടായി കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞല്ലോ, UPA 1 and 2 കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 10 വർഷം കഴിഞ്ഞു. ഇത്
മോദി ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇന്ത്യയെ 3.0 ആണ്. ഇപ്പോൾ ഈ UPA 1 and 2 കറപ്ഷൻ കേസിനൊക്കെ എന്ത് പറ്റി? ഇവർ പറഞ്ഞിരുന്ന കറപ്ഷൻ കേസിനൊക്കെ എന്ത് പറ്റി? ഇപ്പം വലിയ കുട്ടികോഴ്സ് പറഞ്ഞ 2G കേസ് അടക്കമുള്ള കാര്യങ്ങൾ എന്തായിരുന്നു സുപ്രീം കോടതിയുടെ വിധി? അപ്പം ഒരു സമയത്ത് ഒരു പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ശേഷം ഇനി ശരി കറപ്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തേ അതിനെതിരെ ഇത്രയും കാലം ഒരു നടപടി ഉണ്ടായിട്ടില്ല? ഇത്രയും കാലം നടപടി ഗവൺമെൻറ് ആരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത്? അപ്പം ഇതെല്ലാം രാഷ്ട്രീയ എതിരാളികളെ അടിക്കാനുള്ള വടി മാത്രമായിട്ട് ഉപയോഗിച്ചാൽ പോരല്ലോ. ഇഫ് യു ആർ സിൻസിയർ, എന്തുകൊണ്ട് ആക്ഷൻ എടുത്തിട്ടില്ല? എന്തുകൊണ്ട്? അല്ലെങ്കിൽ കോടതിയുടെ മുന്നിൽ പോയിട്ട് എന്ത് സംഭവിച്ചു? ഓരോ ദിവസവും ഓരോ കേസുകൾ പുതുതായിട്ട് കൊണ്ടുവരുന്നതിലപ്പുറം അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന അത് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളൊക്കെ 10 വർഷക്കാലം എന്തിനാ അവർ മറച്ചു വയ്ക്കുക? അല്ലെങ്കിൽ എന്തുകൊണ്ട് ആക്ഷൻ എടുത്തിട്ടില്ല? എവിടെ എത്തിയിട്ടില്ലല്ലോ. അതുപോലെ തന്നെ കണക്ട് ചെയ്ത് കേരളത്തിൽ BJP പല കേസുകളും ED എടുത്ത കേസുകൾ ഒന്നും ലോജിക്കലായിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നീങ്ങുന്നില്ല. പല കേസുകൾ ഇൻക്ലൂഡിങ് ചെയ്യുന്നു. അതിന് എന്തെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഒരു അഡ്ജസ്റ്റ്മെന്റോ അങ്ങനെ എന്തെങ്കിലും ഒരു CPM BJP അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് കേരളത്തിലുണ്ടെന്ന് കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും അറിയാം. അല്ലെങ്കിൽ SNC ലാവലിംഗ് കേസ് എന്തിനാണ് 34 തവണ മാറ്റിവെക്കുന്നത്? എന്തിനാണ് പിണറായി വിജയൻ്റെ കാര്യത്തിൽ ഇത്രമാത്രം അയാളെ സേവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, മുഖ്യമന്ത്രി സേവ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഈ കേരളത്തിൽ നടന്നിട്ടുള്ള അല്ലെങ്കിൽ BJP തന്നെ ആക്ഷേപിച്ച് മുന്നോട്ട് വന്നിട്ടുള്ള കേസുകൾ, കരിവന്നൂർ പോലെയുള്ള വിഷയങ്ങൾ. കരിവന്നൂർ എന്താണ് അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻ? കരിവന്നൂരിലെ ഇത്ര വലിയ ഒരു പ്രൊപ്പഗണ്ട നടത്തിയതിന് ശേഷം, പ്രചരണം നടത്തിയ ശേഷം അവിടുത്തെ 100 കണക്കിന് ആളുകൾക്ക് നഷ്ടപ്പെട്ട പണം മുഴുവൻ തിരിച്ചു കൊടുക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ച് സമരം നടത്തിയതിന് ശേഷം അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻ എന്താണ്? ചില തട്ടുകളിലെത്തുന്ന സമയത്ത് കേസ് അവിടെ അവസാനിക്കില്ല, പിന്നെ അവിടെ മുകളിലോട്ട് പോകുന്നില്ലല്ലോ. താങ്കൾ സംസ്ഥാന നേതാവും കൂടിയായിരുന്നല്ലോ, അപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞുകൂടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു? ഞാൻ സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമായിരുന്നു. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിൽ എനിക്കറിയാവുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ഇപ്പോൾ ഉദാഹരണത്തിന് SNC ലാവിനുമായി ബന്ധപ്പെട്ടൊരു വിഷയം ചാനൽ ചർച്ചയ്ക്കിടെ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വാസ്തവത്തിൽ മറുപടി പറയാനുണ്ടായിരുന്നില്ല. പലപ്പോഴും നേതൃത്വം എന്ത് മറുപടി പറയണം ചോദിക്കുന്ന സമയത്ത് അവർക്കും കൃത്യമായിട്ടൊരു മറുപടി തരാനില്ല. അവിടെ പല എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്നതാണ്. അപ്പോൾ ജനങ്ങളെ എങ്ങനെ കൺവിൻസ് ചെയ്യാൻ സാധിക്കും? ഇത് കേരളം കണ്ട ഏറ്റവും വലിയ കറപ്ഷൻ കേസിൽ എന്തുകൊണ്ട് താല്പര്യം കാണിക്കുന്നില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് ഇത്രയും ഒരു 5 or 10 തവണ മാറ്റി വെച്ചാൽ മനസ്സിലാക്കും. 34 തവണ മാറ്റി വയ്ക്കുമ്പോൾ എങ്ങനെയാണ് ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ പറ്റുക? ഞങ്ങൾക്കും അതിനുള്ളിൽ നിൽക്കുന്ന ആളുകൾക്കും ആശയക്കുഴപ്പമുണ്ട്. പലപ്പോഴും ഞാൻ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ ചോദ്യം BJP ലീഡർഷിപ്പിനോട് എന്ത് മറുപടി പറയണം എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ മറുപടി ഇല്ല. നിങ്ങൾക്ക് കോൺഗ്രസിനെ സഹായിക്കാഞ്ഞിട്ട് വലിയ ബുദ്ധിമുട്ടാണോ എന്നാണ് പലപ്പോഴും ചോദിച്ചിരുന്നത്. നിങ്ങളെന്തിനാണ് കോൺഗ്രസിനെ സഹായിക്കാൻ നിൽക്കുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഈ ഐഡിയോളജിക്കൽ ഏറ്റവും വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന BJPയും CPM എന്തിനു പരസ്പരം സഹായിക്കുന്നു? കേരളത്തിൽ CPM-ൻ്റെയും BJP-യുടെയും കോമൺ എനിമി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. അവിടെ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൽ കോൺഗ്രസിന് കിട്ടുന്ന പരമാവധി സീറ്റുകൾ കുറയ്ക്കാനെന്നായിരിക്കും BJP-യുടെ സെൻട്രൽ ലീഡർഷിപ്പിന് താല്പര്യം. കേരളത്തിൽ BJP വലിയ നേട്ടമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും സെൻട്രൽ ലീഡർഷിപ്പിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു പരസ്പരം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് BJP-ക്ക് ചെറിയ സ്പേസും കൊടുത്തൊരു മുന്നോട്ടുള്ള പോക്ക്. ഇത് ഒരു ലാർജർ പ്ലോട്ടാണ്. ആ പ്ലോട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ തളർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ CPM-നെ സംരക്ഷിച്ചുകൊണ്ട് നിർത്തുന്നത്. പക്ഷേ നമ്മൾ നാഷണൽ സിനേറിയോ നോക്കുകയാണെങ്കിൽ BJPക്ക് ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും എളുപ്പമുള്ള ശത്രുവാണ് കോൺഗ്രസ്. എവിടെയൊക്കെ BJP കോൺഗ്രസ് നേരിട്ടുള്ള ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം ഈസി വാക്ക് ഓവർ ആണ് BJPക്ക്. അപ്പൊ കോൺഗ്രസ് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ശക്തിയുള്ള ശത്രുവല്ല. എന്നാൽ നാഷണൽ സിനേറിയോ അതാണ് കാണിക്കുന്നത്. പിന്നെ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് കോൺഗ്രസിന് ഇത്രമാത്രം ഭയക്കണം? അങ്ങനെയല്ല. ഇപ്പം ഈ ഉള്ള നാഷണൽ സിനേറിയോയുടെ മുൻപത്തെ തലങ്ങളിലേക്ക് പോകും. കോൺഗ്രസ് എവിടെയൊക്കെ ദുർബലപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം BJP തുടർച്ചയായിട്ട് ഭരണത്തിലിരിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ എക്സാമ്പിൾ ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ശക്തി ദുർഗങ്ങളായ സ്ഥലങ്ങളിൽ കോൺഗ്രസ് സംഘടനാപരമായി വീക്കായപ്പോഴാണ് BJPക്ക് അവിടെ ഒരു അജയ്യമായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. അതുപോലെ കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക, കോൺഗ്രസിനെ അതാണ് പരസ്യമായി പ്രഖ്യാപിച്ച കാര്യമല്ലേ. ഞാൻ പറയാം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നുള്ള BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇത് രഹസ്യമായിട്ടുള്ള കാര്യമല്ലല്ലോ. കോൺഗ്രസ് മുക്ത ഭാരത് എന്നവർ പ്രഖ്യാപിച്ചതാണല്ലോ.
അപ്പോൾ കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ഏത് എക്സ്ട്രീം ലെവലിലുള്ള ഗെയിമിനും അവർ തയ്യാറാകുമെന്നുള്ളത് തന്നെയാണ്. അതിന് അവർ ഏത് രീതിയിലും പോകും. പക്ഷെ ഒരു റീജിയണൽ പാർട്ടി വരുമ്പോൾ നമ്മൾക്ക് തമിഴ്നാട് എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ മഹാരാഷ്ട്ര എടുത്താൽ ഏത് സ്റ്റേറ്റ് എടുത്ത് നോക്കിയാലും BJPക്ക് കോൺഗ്രസ് ഒരു അത്ര പേടിക്കേണ്ട ഒരു ശത്രുവല്ല. അവർക്ക് ഈസിലി ജയിക്കാവുന്നതാണ്. പക്ഷേ ഒരു റീജിയണൽ പവർ സെന്റർ, ഇപ്പോൾ ബംഗാളിലെ മമതയാണെങ്കിൽ, കേരളത്തിൽ LDF ആണെങ്കിൽ, തമിഴ്നാട്ടിൽ DMK ആണെങ്കിൽ, ഇവരെ ഒന്നും BJPക്ക് ഒരു രീതിയിലും തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അവർ സ്ട്രഗിൾ ചെയ്യുകയാണ് ഈ സ്ഥലങ്ങളിൽ. അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഇപ്പോൾ ഒഡീഷയുടെ ഉദാഹരണമല്ലേ, ഒഡീഷയിൽ പ്രാദേശിക പാർട്ടിയല്ലേ പരാജയപ്പെടുത്തി? അല്ല പ്രാദേശിക പാർട്ടിയാണല്ലോ പരാജയപ്പെടുത്തി. ബംഗാളിൽ അവർ പ്രതിപക്ഷമായില്ലേ. അപ്പോൾ അങ്ങനെ BJP കരുതുന്നത് എനിക്ക് തോന്നുന്നില്ല. BJPയുടെ നമ്പർ 1 ശത്രു കോൺഗ്രസ് തന്നെയാണ്. അത് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. എപ്പോഴും അവർ നമ്പർ 1 ശത്രുവിനെ കീഴ്പ്പെടുത്തിയ ശേഷമേ അവർ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കുള്ളൂ. അവർ സ്വാഭാവികമായിട്ട് അത് അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. കോൺഗ്രസിൻ്റെ മാക്സിമം പവർ സെൻട്രൽ കുറയ്ക്കുക എന്നുള്ളത്. അവിടെ ഡൽഹിയിൽ മാക്സിമം കോൺഗ്രസിൻ്റെ ശക്തി കുറയ്ക്കണമെങ്കിൽ കേരളത്തിൽ നിന്നുള്ള നമ്പർ കുറയ്ക്കണം. അത് സ്വാഭാവികമല്ല, അതൊരു കോമൺ സെൻസ് അല്ലേ. അതിനാണ് അവർ കോൺഗ്രസിനെ കേരളത്തിൽ തളർത്തി നോക്കുന്നത്. അപ്പം കോൺഗ്രസ് തളർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അവർ CPM-നെ സഹായിക്കുന്നു. പിന്നെ ഇവിടെ CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു അവിശുദ്ധ ബാന്ധവം അത് നമുക്ക് വിഴിഞ്ഞ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കാണാൻ സാധിക്കുമല്ലോ. ആരാണ് ഇതിൻ്റെ പുറകിൽ? എങ്ങനെയാണ് ചീഫ് മിനിസ്റ്ററുടെ വീട്ടിൽ കരണ്ടാനി പോകുന്നത്? എങ്ങനെ ചീഫ് മിനിസ്റ്റർ പോയിട്ട് അഡാനിയുടെ പേരുള്ള ബലൂൺ ഉയർത്തി വിടുന്നത്? ഇവർ ഐഡിയോളജി ഏറ്റവും അഡാനിക്കെതിരെ നിലപാടെടുത്തൊരു മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് 5000 കോടി രൂപ അഴിമതി ആരോപിച്ചല്ലേ വിഴിഞ്ഞം പോർട്ടിൽ. ഇപ്പോൾ എന്താ ആരോപണമില്ലാത്തത്? അപ്പോൾ ആരാ ഇതിനകത്ത് മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത്? തിരിച്ച് CPM BJP-യെ സഹായിക്കുന്നുണ്ട് ഈ കൊടകര കേസിൽ. അതുപോലെ തന്നെ ഈ കൊടകര കേസിൻ്റെ കാര്യത്തിൽ സുരേന്ദ്രൻ്റെ ഇൻവോൾവ്മെൻറ്റ് പറയുന്നത് BJP പാർട്ടിക്കുള്ളിൽ ആ ഫണ്ട് കൊണ്ടുപോയ രീതി അതെന്തെങ്കിലും ചർച്ച എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അല്ല, അത്തരം ഒരു ചർച്ചകളിലും ഞാൻ ഭാഗമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അതെല്ലാം ഉന്നതമായ തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുകയോ ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ ഒരു സമിതിയിലും ഞാനില്ല. CPM സഹായിച്ചിട്ടുണ്ടോ ആ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ? അല്ല, പൊതുസമൂഹത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെയാണല്ലോ കരുതേണ്ടത്. ആ കേസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒതുക്കി തീർക്കാൻ വേണ്ടി CPM സഹായിച്ചു എന്ന ഒരു പ്രതീതിയാണല്ലോ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം മറുവശത്തുള്ള കേസുകളിലും ഉദാസീന മനോഭാവമാണ്, ഇപ്പുറത്തും ഉദാസീന മനോഭാവമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ നേരത്തെ ചർച്ചയുടെ ഭാഗമായിട്ട് എന്ത് മറുപടി പറഞ്ഞു ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിനെ സഹായിക്കണം എന്ന് പറയുന്നത് എന്ന ചോദ്യമാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടിയിരുന്നത്. അല്ല, അത് മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമല്ലല്ലോ. രാഷ്ട്രീയമാകുമ്പോൾ രാഷ്ട്രീയമാണ്. ഞാൻ ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു ആത്മകഥയ്ക്ക് എഴുതുന്ന കാലത്തേക്ക് ചില കാര്യങ്ങൾ അങ്ങനെ വിട്ടോട്ടെ, ഇരുന്നോട്ടെ. ലൈക്ക് CPM-ന്റെ കയ്യിൽ ക്രിസ്റ്റൽ ക്ലിയർ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടും CPM-ൽ പോവാതെ കോൺഗ്രസിൽ ജോയിൻ ചെയ്യാനുള്ള സാഹചര്യം എന്തായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് അത്തരം കാര്യങ്ങളൊക്കെ ഞാൻ എപ്പോഴെങ്കിലും ഒരു ആത്മകഥ എഴുതുന്ന സമയത്ത് ബെസ്റ്റ് സെല്ലർ ആവാൻ ആ ഒരു അധ്യായമെങ്കിലും മാറ്റിയിട്ടുള്ളേ. കേരള കോൺഗ്രസിന്റെ ഹാഫീസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് CPM നേതാക്കളെ കാണാൻ വേണ്ടി സന്ദീപിന്റെ കൂടെ വന്നിരുന്നു എന്നും അവരെ കണ്ടിരുന്നു എന്നും ചർച്ച നടത്തിയിരുന്നു എന്നും പറഞ്ഞിട്ട് കണ്ടിരുന്നു. CPM നേതാക്കന്മാരുമായി ഡിസ്കഷൻ നടത്തിയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അത്തരത്തിൽ രാഷ്ട്രീയമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, രാഷ്ട്രീയത്തിൽ ചില ധാർമ്മികതയൊക്കെ ഉണ്ട്. ഞാൻ ആ ധാർമ്മികത വിശ്വസിക്കുന്നയാളാണ്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ അത്തരം ഒരു ഓഫറും ഒരാളും തന്നിട്ടില്ല. അത്തരത്തിൽ ഒരു ചർച്ചയും ഒരു ഓഫറും ഇല്ല. ഞാൻ അൺകണ്ടീഷണലായിട്ടാണ് കോൺഗ്രസ് ചെയ്യുന്നത്. അൺകണ്ടീഷണൽ കോൺഗ്രസിന് വാഗ്ദാനം ചെയ്യാൻ എന്തോ ഉള്ളു? കേന്ദ്രത്തിൽ വരണമുണ്ടോ? കേരളത്തിൽ വരണമുണ്ടോ? ഞങ്ങളുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും അവർക്ക് വരണമില്ല. പിന്നെ അവരെന്തെടുത്ത് വാഗ്ദാനം ചെയ്യും? 1.5 വർഷത്തിനകത്ത് അടുത്ത ഇലക്ഷനിൽ ഞാൻ BJP ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ ഒരു A ക്ലാസ് മണ്ഡലത്തിൽ മത്സരിക്കേണ്ട ആളല്ലേ. പിന്നെന്താ എനിക്കെന്താ? അല്ല, ഞാൻ പറയുന്നത് ഇപ്പം എല്ലാം ജനങ്ങളുടെ കയ്യിലാണല്ലോ. അപ്പം അത്രയേ ഉള്ളൂ. അത് ആ വിഷയത്തിൽ കോൺഗ്രസിന് എന്തായാലും ഓഫർ തരാനൊന്നും കോൺഗ്രസിൻ്റെ കയ്യിലൊന്നുമില്ല. ഞാൻ ഒരു ഓഫറും തരാനില്ലാത്ത ഒരു പാർട്ടിയിലേക്കാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ഏതെങ്കിലും തരത്തിലുള്ള ഓഫർ എന്ന് അപ്രസക്തമാണ് ആ കാര്യം. ഞാൻ അത്ര ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പാലക്കാട് BJP കാൻഡിഡേറ്റ് സന്ദീപ് ആയിരുന്നെങ്കിൽ സന്ദീപ് ഇന്നും BJP തന്നെ തുടരുമായിരുന്നില്ല? അതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ അല്ല. ചോദിക്കുന്ന എന്താ അർത്ഥമുള്ളൂ? അങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. അല്ല, അതൊരു ഹൈപ്പോത്തറ്റിക്കൽ, ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ മറുപടി പറയാറില്ല. അതൊന്നും അത് അങ്ങനത്തെ ഒരു ചോദ്യത്തിനേ പ്രസക്തി ഇല്ലല്ലോ. ഞാനല്ലല്ലോ, പിന്നെന്താ ചോദ്യത്തിന് അർത്ഥം? സന്ദീപ് ഇപ്പം BJP ലീഡർഷിപ്പ് പറഞ്ഞ
പരാതികൾ അല്ലെങ്കിൽ ഇതേ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് സരീൻ കോൺഗ്രസിൽ നിന്ന് പോയത്. അപ്പം സരീൻ പറഞ്ഞ ലീഡർഷിപ്പിന്റെ ധാർഷ്ട്യം ഇതെല്ലാം പറഞ്ഞിട്ടാണ് സരീൻ CPM-ലേക്ക് പോയി. ഇതേ കാരണം തന്നെ സന്ദീപിന് എന്ത് തോന്നുന്നു കോൺഗ്രസിൽ വന്നിട്ട്? എനിക്ക് വേറൊരു ഇൻഡിവിജ്വലിൻ്റെ അഭിപ്രായത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. സരീൻ എൻ്റെ ഒരു ഗുഡ് ഫ്രണ്ടായിരുന്നു ആണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്നും ഒരു അഭിപ്രായം പറയുന്നില്ല. പക്ഷേ കോൺഗ്രസ്സിൽ വന്നിട്ടുള്ള എൻ്റെ ഒരു ഫീൽ എന്ന് പറയുന്നത് ഞാൻ വളരെ ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് കിട്ടിയത്. മാത്രമല്ല വളരെ അവർ വളരെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ പൊതുപ്രവർത്തനത്തെ, ഞാൻ ഇത്രയും കാലം പൊതുപ്രവർത്തനത്തെ അവർ അംഗീകരിച്ച്, അതായത് ഞാൻ ചെയ്തിട്ടുള്ള ഹാർഡ് വർക്കിനെ അവർ അംഗീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഐഡിയോളജി എന്ന് പറയുന്നില്ല, ഞാൻ ചെയ്തിട്ടുള്ള ഹാർഡ് വർക്കിനെ അവർ അംഗീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൂടെ തന്നെ നിർത്തിയാണ് ഇലക്ഷൻ ക്യാമ്പയിനിലും അതിന് ശേഷവും ഇന്ന് രാവിലെ വരെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വളരെ നല്ല രീതിയിൽ അവർ എന്നെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. വലിയ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. മാത്രമല്ല UDF മുഴുവൻ, കോൺഗ്രസ് മാത്രമല്ല UDF മുഴുവനായിട്ടും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ പൂർണ്ണമായിട്ടും വളരെ സഹകരിച്ചുകൊണ്ടും സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. സന്ദീപ് ജോയിൻ ചെയ്തതിന്റെ പിറ്റേ ദിവസം പാണക്കാട് പോയി തങ്ങളെ കണ്ടിരുന്നു. അപ്പൊ കോൺഗ്രസിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് മുസ്ലിം ലീഗ് പ്രസിഡന്റിന്റെ അനുഗ്രഹവും ആശീർവാദവും കിട്ടിയേ തീരൂ എന്നൊരു സിറ്റുവേഷൻ ഉണ്ടോ? നോക്കൂ, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് മലപ്പുറം. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്ത് എൻ്റെ നാട് മലബാർ ഉൾപ്പെടെയുള്ള ഈ കേരളം മുഴുവൻ, ഈ നാടിൻ്റെ മതനിരപേക്ഷത നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും അതിനുവേണ്ടി ഏറ്റവും അധികം പ്രയത്നിക്കുകയും ചെയ്തൊരു കുടുംബമാണ് പാണക്കാട് കുടുംബം. ആ പാണക്കാട് കൊടപ്പനക്കൽ തറവാടിനെ ഏതെങ്കിലും തരത്തിലൊരു എന്താ പറയുക, മോശപ്പെട്ട രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ചെയ്തു. BJP സംസ്ഥാന പ്രസിഡന്റും അതേ വാചകങ്ങളാണ് ഉദ്ധരിച്ചത്. രണ്ടുപേരും കോപ്പി പേസ്റ്റ് ചെയ്ത പ്രസ്താവനയാണ് മാധ്യമങ്ങൾ കൊടുത്തത്. എനിക്ക് മനസ്സിലാവുന്നില്ല ഇവർക്ക് രണ്ടുപേർക്ക് എന്താണ് വാസ്തവത്തിൽ പറ്റിയെന്ന്. കാരണം 3.5 കോടി മലയാളികളുടെ മുഖ്യമന്ത്രി വാസ്തവത്തിൽ സന്തോഷിക്കണ്ടേ? പാണക്കാട് കുടുംബം തങ്ങൾ എന്നോട് കാണിച്ചിട്ടുള്ള ഒരു സൗഹാർദ്ദപൂർണ്ണമായിട്ടുള്ള നിലപാടിൽ, ആ സ്വീകരണത്തിൽ വാസ്തവത്തിൽ ഒരു മലയാളികളുടെ മുഖ്യമന്ത്രി നിലയ്ക്ക് അദ്ദേഹം സന്തോഷിക്കല്ലേ വേണ്ടത്? അത് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഒരു സാമൂഹ്യ സമരസതയുടെ, ഒരു സൗഹാർദ്ദത്തിൻ്റെ, ഒരു മതേതരത്വത്തിൻ്റെയൊക്കെ ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു മീറ്റിങ്ങിനെ എന്തിനാണ് ഇത്ര മോശമാക്കി കാണുന്നത്? സുരേന്ദ്രന് താല്പര്യം ഉണ്ടായിരിക്കാം, സുരേന്ദ്രൻ്റേത് വർഗീയ നിലപാടുകളാണ്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രഖ്യാപിത മതേതരവാദി എന്തിനാണ് ഈ രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ലീഗ് ഒരു മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രസിഡന്റാണ് തങ്ങൾ. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ പ്രസിഡന്റിനെ മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതാവ് വിമർശിക്കുന്നതിൽ അത്ര വലിയ തെറ്റുണ്ടോ? നോക്കൂ, പാണക്കാട് തങ്ങൾ കുടുംബം, കുടപ്പനക്കൽ തറവാടും അവർ കേവലം മുസ്ലിം ലീഗ് പാർട്ടിയുടെ ലീഡർ മാത്രമല്ല, അവർ കേരളത്തിലെ വലിയൊരു സമൂഹത്തിൻ്റെ, ഒരു സൊസൈറ്റിയുടെ ആധ്യാത്മിക ലീഡർഷിപ്പ് കൂടി അവർക്കുണ്ട്. മാത്രമല്ല അവരുടെ കോൺട്രിബ്യൂഷൻ, അവരുടെ ഈ കേരളത്തിനെ ഇന്നത്തെ കാണുന്ന കേരളമായി നിലനിർത്തുന്നതിൽ അവരൊരു കോൺട്രിബ്യൂഷൻ, അതെല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുള്ളത്. ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം. അങ്ങാടിപ്പുറത്തെ തളി ക്ഷേത്രത്തിൻ്റെ ഗോപുരവാതിൽ കത്തി നശിപ്പിക്കപ്പെട്ട കാലത്ത് അവിടേക്ക് എന്തും സംഭവിക്കാവുന്ന സാഹചര്യത്തിൽ അന്നത്തെ പാണക്കാട് ശിഹാബലി തങ്ങൾ കടന്നു വരികയും അദ്ദേഹം അവിടെ ഒരു സമാധാന ദൂതനായി കടന്നു വരികയും അവിടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു ഇടപെടൽ എത്ര പെട്ടെന്നാണ് ആ പ്രശ്നത്തെ ലഘൂകരിച്ചതും സമാധാനപരമായിട്ട് അന്തരീക്ഷം ഉണ്ടാക്കിയതെന്ന് എനിക്കറിയാം. അതുപോലെ 92 അടക്കമുള്ള സമയങ്ങളിൽ ഒരുപക്ഷെ മുസ്ലിം ലീഗ് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയ ഒരു ഘട്ടം കൂടിയാണ്. പക്ഷേ അവർ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഉന്നതമായ മതനിരപേക്ഷ ബോധം കാരണമാണ് കേരളത്തിൽ വലിയ തോതിൽ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന മാറി നിൽക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ എല്ലാ കാലത്തും എല്ലാവരും അക്നോളജ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാനെടുത്ത തീരുമാനം എന്ന് പറയുന്നത് വളരെ കൃത്യമായിരുന്നു. അവിടെ അദ്ദേഹത്തെ കാണാമെന്നുള്ള എൻ്റെ ദീർഘകാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം 4 അവിടുത്തെ MLA, മണ്ണാർക്കാട് MLA ഷംസുദ്ദീനും, പെരുന്തോണ MLA നജീബ് കാന്തപുരം, PK ഫിറോസ് അടക്കമുള്ളവർ, മഞ്ചേരി MLA അടക്കമുള്ള എല്ലാവരും, രാജ്യസഭാംഗം ഹാരിസ് അവർ ഉൾപ്പെടെ എല്ലാ ആളുകളും ഉണ്ടായിരുന്നു. അപ്പം അവർ തന്നിട്ടുള്ള സ്വീകരണമൊക്കെ വലിയ സ്വീകരണമാണ് തന്നത്. നമുക്ക് വലിയ എന്താ പറയുക, ആശ്വാസമായിരുന്നു അത് അവരെ പോയി കണ്ട സമയത്ത് അവർ തന്നിട്ടുള്ള പിന്തുണ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു BJP എന്നൊരാൾ കോൺഗ്രസ്സിലേക്ക് വരുന്ന സമയത്ത് മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ആശങ്ക ഉണ്ടാക്കാൻ വേണ്ടി CPM ഒക്കെ ശ്രമിക്കും. അപ്പോൾ ആ ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനവും ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായത് അവിടെ കിട്ടിയിട്ട് സ്വീകരണം. നിങ്ങൾ പിറ്റേ ദിവസം
എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള പാണക്കാട് കുടപ്പനൊക്കെ തറവാട് പോയത് കണ്ടു. അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഞാൻ പെരുന്നയിൽ പോയത് ആരും കണ്ടില്ലല്ലോ. അല്ല, ആ പോകാനുള്ള സാഹചര്യം എന്തായിരുന്നു? ഞാൻ എപ്പോഴും പോകുന്ന സ്ഥലമാണ് പെരുന്നയിൽ. ഞാൻ ബഹുമാനപ്പെട്ട NS ജനറൽ സെക്രട്ടറിയുടെ അടുത്ത് എന്നെ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ അങ്ങോട്ട് ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഞാൻ മിക്കവാറും അത് കൂടെ പാസ് ചെയ്യുമ്പോൾ വൈകുന്നേരം എനിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണ്. ഞാൻ പോയി അദ്ദേഹത്തെ കാണാറുണ്ട്. ഞാൻ അദ്ദേഹത്തോട് കോൺഗ്രസ്സിൽ ചേരുന്ന സമയത്ത് ഫോൺ ചെയ്ത് വിവരം അറിയിച്ചാണ് ഞാൻ കോൺഗ്രസ് ചേർന്നത്. അദ്ദേഹം എന്ത് പറഞ്ഞു? അദ്ദേഹം വലിയ സന്തോഷത്തിലാണ് അദ്ദേഹം എന്നെ സ്വീകരിച്ചത്. എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയും സ്നേഹവും ഒക്കെ അദ്ദേഹം അറിയിച്ചു. അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്തുണയും എനിക്ക് തന്നിട്ടുണ്ട്. അത് എല്ലാ കാലത്തും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ BJP പ്രവർത്തിക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്തുണയും സ്നേഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം എന്താ പറയുക, വളരെ സ്നേഹത്തോടു കൂടി എന്നോട് പെരുമാറുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന, ഞാൻ ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന ഒരാളാണ്. BJPയുടെ ഒരു TV ചർച്ചകളിൽ ഒരു ഫയർ ബ്രാൻഡ് ഡിബേറ്ററായിരുന്നു സന്ദീപ്. ഇതിലെല്ലാം ശക്തിയുക്തം BJPയുടെ നിലപാട് അവതരിപ്പിച്ച ആളാണ് സന്ദീപ്. അങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ് വരുമ്പോഴത്തേക്കും അതെങ്ങനെയാണ്? സന്ദീപിന് ഒരുപാട് ഫാൻസ് ഉണ്ട്, അവർക്ക് എങ്ങനെയാണ് അത് ഡൈജസ്റ്റ് ചെയ്യുന്നത്? ഒന്ന്, ഞാൻ BJPയുടെ നിലപാടുകളാണ് പറഞ്ഞത്. ആ നിലപാടുകളെ തള്ളി പറഞ്ഞിട്ടാണ് ഞാൻ കോൺഗ്രസിൻ്റെ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാവുന്നുള്ളത്. ഞാൻ ഈ ഫാൻ ബേസ് എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഫാൻ ബേസ് ഉണ്ടാവേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ അന്ന് ഉയർത്തിയ കാര്യങ്ങളെ അംഗീകരിക്കുന്ന ആളുകളായിരിക്കാം പിന്തുണച്ചിട്ടുള്ളത്. എനിക്ക് എൻ്റെ ഭാഗത്ത് സംഭവിച്ച പെശക് മനസ്സിലായിട്ടാണ് അത് തിരുത്തിയിട്ട് ഞാൻ കോൺഗ്രസിൻ്റെ ഭാഗമായി മാറിയിട്ടുള്ളത്. അപ്പോൾ ധാരാളം പേരെ അത് ഉൾക്കൊണ്ട ആളുകളുണ്ട്. ഞാൻ പറയുന്നത് ശരിയാണെന്ന് ഉൾക്കൊണ്ട ആളുകളുണ്ട്. ഇപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കാൻ വേണ്ടി BJPയുടെ ഭാഗത്തുനിന്ന് ക്യാമ്പയിൻ ഉണ്ടായി. അവർ ക്യാമ്പയിൻ തുടങ്ങുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ഫോളോവേഴ്സ് 318K 318K ആയിരുന്നു. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യേകത അത് ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടായ പേജാണ്. ഒരിക്കലും അത് പേയ്മെൻറ്റ് ഒരു ക്യാമ്പയിൻ നടത്തിയിട്ട് ആളുകളെ കൊണ്ടുവന്ന പേജല്ല. അതുകൊണ്ട് തന്നെ ഇടുന്ന പോസ്റ്റുകൾക്കെല്ലാം നല്ല റീച്ച് ഉള്ളതാണ്. അത് അൺഫോളോ ചെയ്യാൻ ക്യാമ്പയിൻ ഉണ്ടായി. 318K ഉണ്ടായിരുന്നത് 295Kയിലേക്ക് അവർ എത്തിച്ചു 2-3 ദിവസം കൊണ്ട്. അത് ഇമ്മീഡിയറ്റ്ലി ബൗൺസ് ബാക്ക് ചെയ്തു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് 328Kയിൽ മാറിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അംഗീകാരമാണ് ഈ നിലപാട് എൻ്റെ പുതിയ സാഹചര്യത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ജനങ്ങളുടെ അംഗീകാരമാണല്ലോ. പൊതുസമൂഹത്തിൻ്റെ അംഗീകാരം എനിക്ക് വർദ്ധിക്കുകയാണ് ചെയ്തത്, കുറയല്ല ചെയ്തത്. ഇപ്പോൾ ഈ ഇതിനെ കുറിച്ചിട്ട് പിന്നെ മാപ്പിള കലാപത്തിനെ കുറിച്ചിട്ട് അന്ന് ഒരുപാട് കാര്യങ്ങൾ സന്ദീപ്, അത് BJPയുടെ നിലപാട് മാത്രമാണ്, സന്ദീപിൻ്റെ നിലപാടല്ല എന്നാണ്. ഞാൻ അന്ന് നിലനിന്ന പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തുനിന്നുകൊണ്ട് ഞാൻ വായിച്ചിട്ടുള്ള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് ആ പ്രത്യയശാസ്ത്ര ഭാഗമായിട്ടുണ്ടായിട്ടുള്ള നിലപാടുകളാണ്. നമ്മൾ ഏതെങ്കിലും പക്ഷത്ത് നിന്നിട്ട് ചില വായനകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ചരിത്രത്തെ നമ്മൾ ഒരു പക്ഷത്ത് നിന്ന് വായിക്കുന്ന സമയത്ത് നമുക്ക് ആ പക്ഷത്ത് നിന്ന് മാത്രമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അറിവ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ആ വായനയ്ക്ക് എപ്പോഴും ഒരു മറുപക്ഷത്തു നിന്നുള്ള വായന കൂടി ആവശ്യമുണ്ട്. ഇപ്പം ഞാൻ അത്തരം വായനയിലാണുള്ളത്. എപ്പോഴാണ് ഈ മറുപക്ഷത്തെ വായന തുടങ്ങിയത്? എന്താ എപ്പോഴാണ് ഈ മറുപക്ഷത്തെ വായന മറുപക്ഷത്തെ വായന ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഹലാൽ വിഷയത്തിൽ എനിക്ക് മറുപക്ഷത്തുനിന്ന് പ്രതികരിക്കാൻ പറ്റുന്നത്. ലക്ഷദ്വീപ് വിഷയത്തിൽ എനിക്ക് മറുവശത്തുനിന്ന് പ്രതികരിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണല്ലോ. പുഴു സിനിമയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മമ്മൂട്ടിക്കെതിരെ സംഘപരിവാർ ഹാൻഡിൽ നിന്ന് അറ്റാക്ക് വന്നപ്പോൾ എൻ്റെ വോളിൽ നിങ്ങൾ ഒരു അറ്റാക്ക് പോലും കാണില്ല. ഞാൻ അതിനെ എതിർത്ത ആളാണ്. മമ്മൂട്ടി എന്ന മഹാനടനെ മതത്തിൻ്റെ പേരിൽ അടയാളപ്പെടുത്തേണ്ടതല്ല എന്ന നിലപാടെടുത്ത ആളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇത്തരം വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള നിലപാട് വ്യക്തിപരമായിട്ട് എടുത്തിട്ടുണ്ട്. അത് മറുപക്ഷത്തു നിന്നുള്ള വായന ഉണ്ടായിരുന്നതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഇത് പിന്നെ 1921 ഹിന്ദു വംശഹത്യ ഉണ്ടായിട്ടില്ല എന്നാണ് കരുതുന്നത്. നോക്കൂ, അന്നത്തെ നിലപാടിലേക്ക് 1921 കലാപം സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ അഭിപ്രായം അന്നത്തെ മലബാർ കോൺഗ്രസ് കമ്മിറ്റി അടക്കമുള്ളവർ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. മഹാത്മാഗാന്ധി ആ വിഷയങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അത് ചരിത്രത്തിൻ്റെ ദശാസന്ധിയിലുണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് ഇന്നത്തെ കാലത്ത് ജനങ്ങളെ പോളറൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് BJPയുടെ ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അതെനിക്ക് താല്പര്യമില്ല. പക്ഷേ 1921 ഊരിയ വാള് അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രകടനം നടത്തിയതിനെ കുറിച്ചൊക്കെ സന്ദീപ് സംസാരിച്ചു. അത് BJPയുടെ ഭാഗത്തുനിന്ന് ചരിത്രം വായിക്കുമ്പോഴുള്ള പ്രയാസമാണ്. അതിൽ അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തുനിന്നും പീഡനം അനുഭവിക്കേണ്ടി വന്നവർ അപ്പുറത്തുമുണ്ട് ഇപ്പുറത്തുമുണ്ട്. അതൊക്കെ അവിടെ ഒരു ഡിവൈഡ് ആൻഡ് റൂളിൻ്റെ ഭാഗമായിട്ട് പീഡനം അനുഭവിക്കേണ്ടി വന്ന ഒരു വലിയ വിഭാഗമാണ് മലബാറിലുണ്ടായിരുന്ന വള്ളുവനാട്ടിലും മേറനാട്ടിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ചരിത്രത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷത്തു നിന്നുള്ള വായനയുടെ സമയത്ത് നമുക്ക് പലപ്പോഴും അതാണ് ശരിയെന്ന് തോന്നും. പക്ഷേ കുറച്ചുകൂടി വിശാലമായ രീതിയിൽ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിൽ നമുക്ക്
ഇരുപക്ഷത്തും ശരികളും തെറ്റുകളൊക്കെ കണ്ടെത്താൻ സാധിക്കും. ചരിത്രത്തിൽ പല ശരികളും തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ശരികളും തെറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ കാലത്ത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനും പോളറൈസേഷൻ ഉണ്ടാക്കാനും രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് BJP ചെയ്യുന്ന തെറ്റ്. ഇനിയൊരു തിരിച്ചുപോക്കുണ്ടാവും ഇത് നോക്കൂ, ഞാൻ ഫ്ലെക്സിബിൾ സന്ദീപ് ഈ നിലപാടുകൾ ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ട് ചോദിച്ചത് ഫ്യൂച്ചറിൽ ഇനി വേറെ എന്തെങ്കിലും ഒരു ഇത് വരാൻ ഒരിക്കലുമില്ല. ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി വന്നതിന് ശേഷം അനുഭവിക്കുന്ന ഞാനും എൻ്റെ കുടുംബവും അനുഭവിക്കുന്ന വലിയൊരു ആശ്വാസമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ BJP വിടുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കുടുംബത്തെ അടക്കം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള ഹീനമായിട്ടുള്ള നിന്ദ്യമായിട്ടുള്ള സൈബർ അറ്റാക്കും സോഷ്യൽ മീഡിയ അറ്റാക്കും, എൻ്റെ ഭാര്യയെ അടക്കം ബോഡി ഷെയിം ചെയ്തുകൊണ്ട് 84 വയസ്സുള്ള അച്ഛനെ പോലും വെറുതെ വിടാതെ നടത്തിയിട്ടുള്ള അറ്റാക്കുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് എൻ്റെ കുടുംബവും ഞാനും വളരെ ആശ്വാസത്തിലാണ്. RSSൻ്റെ പ്രവർത്തനം കൊണ്ട് ആണ് RSS അങ്ങനെ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനം കൊണ്ടും അതിൻ്റെ നിഗൂഢമായ പ്രവർത്തന രീതി കൊണ്ടുമാണ്. ഞാൻ പറഞ്ഞ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കാത്ത എല്ലാ സംഘടനകളും സ്വാഭാവികമായിട്ട് ഡെമോണൈസ് ചെയ്യപ്പെടും. നിങ്ങൾ ഓപ്പൺ അല്ലെങ്കിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സുതാര്യമല്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടും. അത് അവരുടെ കുഴപ്പമാണ്. അത് പിന്നെ ഏതെങ്കിലും നമ്മുടെ ഒരു ഭാഗത്ത് നമ്മൾ സോഷ്യൽ സർവീസ് നടത്തുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് അത് പിന്നെ ബാക്കി നിങ്ങളുടെ ചെയ്തികളെയും ജനാധിപത്യ ബോധമില്ലായ്മയൊക്കെ അത് ന്യായീകരിക്കുന്നില്ല. നിങ്ങൾക്ക് അത് വെച്ച് വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഏത് സംഘടനയാണെങ്കിലും അതിൽ ആത്യന്തികമായി ഉണ്ടായിരിക്കേണ്ടത് ഈ ഒരു ജനാധിപത്യ ബോധമാണ്. ആളുകൾക്ക് സംസാരിക്കാനുള്ള, സ്വന്തം അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു സ്പേസാണ് ഉണ്ടാവേണ്ടത്. ഏകശിലാത്മകമായിട്ട് അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. കണ്ണൂരൊക്കെ ഇടതുപക്ഷത്തിന് ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ്സുകാരെ പോലും സംരക്ഷിച്ചിട്ടുള്ളത് RSS ആണ്. എനിക്കറിയില്ല, കോൺഗ്രസ്സുകാരൊന്നും RSSൻ്റെ സംരക്ഷണം നോക്കി പോകുന്നവരൊന്നുമല്ല. കോൺഗ്രസ്സുകാർ RSS ശാഖയെ സംരക്ഷിച്ചതായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് RSS ശാഖയ്ക്ക് കാവൽ നിൽക്കുന്നതിൽ എന്താ തെറ്റെന്ന് ചോദിച്ചിട്ടുള്ള KPCC പ്രസിഡന്റാണ് നമുക്കിപ്പോൾ ഇന്നുള്ളത്. ഈ ചരിത്രത്തിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പല കാലഘട്ടങ്ങളിൽ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ഇവിടുന്ന് അഭിപ്രായം പറഞ്ഞ അർത്ഥമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മറുപടി പറയേണ്ടത് CPM ആണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ RSSുമായി ചേർന്നുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിനു മുമ്പേ ഉണ്ടല്ലോ, 1967 67 സംയുക്ത വിധാൻതൾ എന്ന് പറഞ്ഞ് കോൺഗ്രസിനെതിരായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ജനസംഘവും ഒരുമിച്ച് ബീഹാറിൽ ഭരിച്ചിട്ടില്ലേ? ബംഗാളിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഉണ്ടാകുന്നത് ആരുടെ പിന്തുണയിലാണ്? ജനസംഘത്തിൻ്റെ ഏക MLA യുടെ പിന്തുണയിലല്ലേ? അപ്പോൾ അടിയന്തരാവസ്ഥയെ ഒരു കാരണമാക്കിക്കൊണ്ട് CPM BJP ബാന്ധവത്തെ ന്യായീകരിക്കാൻ പറ്റില്ല. അടിയന്തരാവസ്ഥയ്ക്ക് മുൻപും BJP CPM അല്ലെങ്കിൽ ജനസംഘം CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ബാന്ധവം ഉണ്ടായിരുന്നു. അതാണ് ബീഹാർ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഈ ആരോപണം പറയുമ്പോഴും ഈ ലെഫ്റ്റും BJP ബാന്ധവം പറയുമ്പോഴും ഒരു മാനസിക ഐക്യം എപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരും BJP നേതാക്കന്മാരും തമ്മിലാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് KPCC പ്രസിഡന്റിന്റെ ശാഖയ്ക്ക് കാവൽ സതീശൻ RSS ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതും എല്ലാം ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. ഈ ഒരു മാനസിക ഐക്യം നേരത്തെ മുതലുണ്ടോ? അത്തരത്തിൽ ഒരു മാനസിക ഐക്യമില്ല. ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ RSSനെതിരായിട്ടുള്ള BJPക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പോർമുഖം തുറക്കുന്ന രാഷ്ട്രീയ പാർട്ടി അത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ്സിന് മാത്രമേ ഇവിടെ BJP ഉയർത്തുന്ന ഈ തരത്തിലുള്ള രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ. CPM എല്ലാ കാലത്തും BJPയുമായും സംഘപരിവാറുമായും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളതാണ്. ചരിത്രത്തിൽ എത്രയോ സ്ഥലങ്ങളിൽ ഇപ്പോൾ VP സിംഗ് സർക്കാർ എങ്ങനെ രൂപം കൊണ്ടു? എല്ലാ ദിവസവും അടൽജിയുടെ വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്ന ആളുകളും ചായ കുടിച്ചിരുന്ന ആളുകൾ ആരൊക്കെയാണ് വൈകുന്നേരം? അത് ഞാൻ നേരത്തെ പറഞ്ഞു. 67 ഏറ്റവും പ്രകടമായിട്ടുള്ള കാര്യം, 67 ഒരു മിനിസ്ട്രിയുടെ ഭാഗമായിരുന്നു. മന്ത്രിസഭയിൽ കൂട്ടുത്തരവാദിത്തമാണല്ലോ. അവിടെ നമുക്ക് ഡിസെൻ്റ് എഴുതാൻ പറ്റില്ല ആണല്ലോ. ക്യാബിനറ്റിൽ ഡിസെൻ്റ് എഴുതാൻ പറ്റില്ല. ഒരു ക്യാബിനറ്റിൻ്റെ ഭാഗമായിരുന്നു ലെഫ്റ്റ് പാർട്ടികളും ജനസംഘവും. ബീഹാറിലെ നമ്മുടെ ഇപ്പോൾ RSS ആണ് ഇന്ദിരാഗാന്ധിയെ ജയിപ്പിച്ചതെന്ന് RSSും ഇന്ദിരാഗാന്ധിയും തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് 1980. ഈ ബാന്ധവങ്ങൾ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പലരുമായിട്ടും RSS കാലാകാലങ്ങളിൽ എടുത്തിട്ടുള്ള ഒരു നിലപാടാണത്. RSSനോട് ചോദിക്കണം. ഞാൻ RSS ഉണ്ടായിരുന്ന ഒരാളുള്ള നിലയിലാണ് ഈ ചോദ്യം. ഞാൻ ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണല്ലോ. ഞാൻ എന്തിനാണ് RSSന്റെ മറുപടി പറയുന്നത്? ഓവർനൈറ്റ് ചേഞ്ച് അല്ല സന്ദീപിന്. ഓവർനൈറ്റ് RSS എന്ന പോലെ ഒരു ഐഡിയോളജിക്കലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഘടനയിൽ നിന്ന്
ഞാൻ Overnight BJP യിൽ അല്ലെങ്കിൽ നിന്നാണ്. 2 ദിവസം ഞാൻ കൊണ്ട് BJP എന്ന കോൺഗ്രസിലേക്ക് മാറാൻ പറ്റുമോ? ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്. എന്നെ സംബന്ധിച്ചോളം സാധാരണക്കാരായ വ്യക്തികളുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനുള്ള, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രാവിലെ മൻ കി ബാത്ത് കേൾക്കുക, സെൽഫി എടുക്കുക, അപ്ലോഡ് ചെയ്യുക എന്നുള്ളതല്ല എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം. ഞാൻ സാധാരണക്കാരായ വ്യക്തികളുടെ ദൈനംദിന ജീവിത പ്രശ്നത്തിൽ ഓരോ നിമിഷവും അനുനിമിഷവും ഇടപെട്ടിട്ട് രാഷ്ട്രീയ പ്രവർത്തനം ഇന്നും നടത്തി വരുന്ന ആളാണ്. ഓരോ ദിവസവും ഓരോ വ്യക്തികളുടെ കാര്യത്തിൽ ഇടപെടുന്നവരാണ്. എന്നെ വിളിക്കുന്ന ആളുകളുടെ ഫോൺ കോളുകളിൽ ഞാൻ തിരിച്ചു വിളിക്കാറുണ്ട്. തിരിച്ച് വിളിച്ച് എടുത്തില്ലെങ്കിൽ തിരിച്ചു വിളിക്കും. അവരുടെ പ്രശ്നങ്ങൾ അവർ പറഞ്ഞാൽ ഞാൻ പരിഹരിക്കാൻ എന്നാൽ കഴിയുന്നത് വരെ ഞാൻ ശ്രമിക്കുന്ന ഒരാളാണ്. കേരളത്തിൽ നിങ്ങൾ ഇപ്പോൾ എനിക്കെതിരായി പറയുന്ന, അല്ലെങ്കിൽ എന്നെ ഇപ്പോൾ എഴുതുന്ന ആളുകൾ പോലും അംഗീകരിക്കുന്ന കാര്യം, കേരളത്തിൽ വിളിച്ചാൽ ഫോൺ എടുക്കുന്ന BJPയുടെ സംസ്ഥാനത്തുണ്ടായിരുന്ന നേതാവ് ഞാനാണ്. അതെനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കാര്യമാണ്. അവർ പറയുന്ന കാര്യങ്ങൾ ഏത് അർദ്ധരാത്രിയും പുലർച്ചെ എന്നെ വിളിക്കാനും ഞാൻ നടത്തി കൊടുത്തിട്ടുണ്ട്. അത് പലപ്പോഴും നടത്തി കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടി എനിക്ക് സുഹൃത്ത് ബന്ധങ്ങളുള്ളത് കൊണ്ടാണ്. പുലർച്ചെ 2 മണിക്ക് മെഡിക്കൽ കോളേജിൽ പിന്നെ ഒരു യന്ത്രത്തിൽ കുടുങ്ങി ശരീരത്തിൻ്റെ ഏതോ ഭാഗത്തിന് അപകടം പറ്റി വന്ന ഒരാളുടെ ഭാര്യ നിലവിളിച്ചുകൊണ്ട് വിളിക്കണം, അവിടെ നോക്കുന്നില്ല, പെട്ടെന്ന് ഇടപെടണം. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ പുലർച്ചെ വിളിച്ച് ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ എല്ലാ മേഖലകളിലും ഇപ്പം കോൺഗ്രസ് നേതാക്കന്മാരിലും CPM നേതാക്കന്മാരിലും ഒക്കെ നല്ല ബന്ധവും ഒരു ഉണ്ടാക്കിയത് കൊണ്ടാണ് നമുക്ക് സാധാരണക്കാരായ ഒട്ടേറെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടുത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അതാണ്. ഇപ്പോൾ സാധാരണ ഒരു പഞ്ചായത്ത് ഓഫീസിലൊരു കാര്യം ഉണ്ടെങ്കിലും, വില്ലേജിൽ കാര്യം ഉണ്ടെങ്കിലും, ആശുപത്രി കാര്യം ഉണ്ടെങ്കിലും, ഇതൊക്കെ ചെയ്തു കേരളത്തിൻ്റെ രാഷ്ട്രീയ തലത്തിൽ ഇതാണ് ചെയ്തു കൊടുക്കേണ്ടതെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ കേരളത്തിലെ BJPക്ക് ഇതൊന്നും ചെയ്യാൻ സമയമില്ല. ഇവിടെ എല്ലാവരും ചെയ്യുന്ന ക്ലറിക്കൽ ജോലിയാണ്. മോളെന്ന് പറയുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ഇവിടുന്ന് എഴുതി അയക്കുന്നതിലപ്പുറം ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല. കേരളത്തിൽ BJP രാഷ്ട്രീയ പാർട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് BJP പ്രവർത്തിക്കുന്നില്ല. ദൈനംദിന രാഷ്ട്രീയത്തിൽ എവിടെ ഇടപെടുന്നില്ല. ജനങ്ങളുടെ സങ്കീർണമായ ഒരു ജീവിത പ്രശ്നത്തിലും BJP എവിടെ നിങ്ങൾ കാണില്ല. നമുക്ക് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പൊളിറ്റിക്സ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ വർക്കൗട്ട് ആവില്ല. ഇവിടെ അതിന് പകരം പോളറൈസേഷൻ ഉണ്ടാക്കാൻ നോക്കുക, എങ്ങനെയെങ്കിലും ജയിക്കാൻ നോക്കുക എന്നുള്ളപ്പുറം, അല്ലെങ്കിൽ അങ്ങനെയെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന ശ്രമം നടത്തുന്നതിനപ്പുറം എത്രയോ ജനങ്ങളുടെ ഇപ്പം ലെഫ്റ്റ് ഗവൺമെൻറ്റിനെതിരായിട്ട് ജനങ്ങളുടെ വലിയ വികാരമുണ്ട്. ഇവിടെ പെൻഷൻ കിട്ടാത്ത പ്രശ്നം, അതല്ലെങ്കിൽ KSRTCയുടെ പ്രശ്നം, ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മൂല്യത്തകർച്ച, ഇപ്പം തന്നെ നമ്മുടെ കോളേജുകളിലെ ഡിഗ്രി സീറ്റുകൾ ഏകദേശം 75% വേക്കൻ്റായി കിടക്കുകയാണ്. കുട്ടികൾ മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നു, അന്യ രാജ്യങ്ങളിൽ പോകുന്നു, പഠിക്കാൻ പോകുന്നു. ഇവിടുത്തെ ഒരു ബ്രെയിൻ ഡ്രെയിൻ ഉണ്ട്. കേരളത്തിലെ നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷനുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രശ്നങ്ങളുണ്ട്. BJPക്ക് ഒരു പോളിസി ഇല്ലല്ലോ. ഞാൻ പലപ്പോഴും അവരോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു പോളിസി മേക്കിങ്ങിന് വേണ്ടിയിട്ടൊരു സിസ്റ്റം ഉണ്ടാകണം. നാളെ രാവിലെ BJP കേരളത്തിൽ അധികാരത്തിൽ കിട്ടുക, ഇതിനെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള, അതിന് കൊണ്ടുപോകാനൊരു സിസ്റ്റം വേണ്ടേ? അല്ലെങ്കിൽ കേരളത്തെക്കുറിച്ചൊരു ചിന്ത വേണ്ടേ? ഈ സംസ്ഥാനത്തിൻ്റെ എക്കണോമിക് പോളിസി എന്തായിരിക്കണം, ഈ സംസ്ഥാനത്തിൻ്റെ എഡ്യൂക്കേഷൻ പോളിസി എന്തായിരിക്കണം, ഹെൽത്ത് പോളിസി എന്തായിരിക്കണം, നമുക്ക് വന്ന എന്ത് മാറ്റം എന്ത് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും സംബന്ധിച്ചൊന്നും ഒരു ഐഡിയയും ഇല്ല, ഒന്നുമില്ല. ഇലക്ഷൻ ആയിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആളെ സ്ഥാനാർത്ഥിയെ നിർത്തി താമര ചിഹ്നം വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യില്ല ഇന്നത്തെ കാലത്ത്. ഞാൻ പലപ്പോഴും ഉണ്ട്, നിങ്ങൾ ഇൻസ്റ്റാ വോട്ടേഴ്സ്, ഞാൻ പലപ്പോഴും പറഞ്ഞില്ല, ഇൻസ്റ്റാ വോട്ടേഴ്സിനെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ രാജ്യത്ത് പലയിടത്തും ഞാൻ നിരീക്ഷിച്ചിട്ടുള്ള കാര്യം, രാഷ്ട്രീയ വിദ്യാലയങ്ങളിലൊക്കെ BJPയുടെ വളർച്ച ഏറ്റവും പ്രധാനപ്പെട്ട തുടങ്ങിയ മെട്രോ നഗരങ്ങളിലാണ്. കേരളത്തിലെ മെട്രോ നഗരം ഏതാ? എറണാകുളമാണ്. എന്താ എറണാകുളത്ത് BJPക്ക് വളർച്ചയില്ലാത്തത്? ചിന്തിക്കണ്ടേ? ബാംഗ്ലൂർ വളർച്ചയുണ്ട്, ഹൈദരാബാദിൽ വളർച്ചയുണ്ട്, മുംബൈയിൽ വളർച്ചയുണ്ട്, ഡൽഹിയിൽ വളർച്ചയുണ്ട്, കൊൽക്കത്തയിൽ വളർച്ചയുണ്ട്. കേരളത്തിൻ്റെ മെട്രോ നഗരമായിട്ടുള്ള ഈവൻ ചെന്നൈയിൽ വളർച്ചയുണ്ട്. എന്താ കേരളത്തിൻ്റെ മെട്രോ നഗരമായിട്ടുള്ള എറണാകുളത്ത്, കൊച്ചിയിൽ എന്താ BJPക്ക് വളർച്ചയില്ലാത്തത്? അല്ല, ഡെമോഗ്രഫി അല്ല റോൾ, അതിൻ്റെ അല്ല. ഡെമോഗ്രഫിയുടെ പെർസെൻറ്റേജ് പോലും ഇവിടെ കിട്ടുന്നില്ലല്ലോ, അതിൻ്റെ പാർട്ട് പോലും ഇവിടെ കിട്ടുന്നില്ലല്ലോ. ഇവിടെ ഞാൻ പറഞ്ഞുള്ളത് ഇവിടെ ഇൻസ്റ്റാ വോട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ഏറ്റവും യങ് ജനറേഷൻ്റെ ആസ്പിറേഷൻസിനെ അഡ്രസ്സ് ചെയ്യാൻ കേരളത്തിലെ BJPക്ക് സാധിക്കുന്നില്ല. ഞാൻ പലപ്പോഴും ചോദിച്ചുള്ള കാര്യമാണ്. ഇപ്പം
ഇപ്പോഴത്തെ യൂത്തിൻ്റെ പിന്നെ ഐക്കൺസ് ആയിട്ടുള്ള സിംഗേഴ്സ് ആരാ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ BJP-കാർക്ക് നേതാക്കന്മാരൊക്കെ അറിയില്ല, എനിക്കറിയാം. ഇപ്പോഴും അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോഴും പഴയ പിന്നെ യേശുദാസിൻ്റെ കാലത്ത് നിന്ന് ബസ് കിട്ടാത്തവരാണ്. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, ബാലൻ റിലീസായ കാലത്ത് നിന്ന് ബസ് കിട്ടാത്തവരാണ് BJP ബസ്സിലിരിക്കുന്നത്. ഇന്നത്തെ യങ് ജനറേഷൻസിന് ഡാപ്സീനെ വേണം, വേടനെ വേണം, അതല്ലെങ്കിൽ അതാണ് ഇന്ന് യങ് ജനറേഷൻ. ഞാൻ അതുപോലെ പർട്ടിക്കുലർ സിംഗേഴ്സിൻ്റെ പേരിലാണ് പറയുന്നത്. ഇന്നത്തെ യൂത്തിൻ്റെ തോട്ട് അല്ലെങ്കിൽ അവരുടെ ആസ്പിറേഷൻസിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു മെക്കാനിസവും BJP-യിലില്ല. തികച്ചും പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ പോളറൈസേഷൻ പൊളിറ്റിക്സുകൾ ചില ഒരാൾക്കും താല്പര്യമില്ല. ഇന്നത്തെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വർഗീയമായിട്ടുള്ള കാഴ്ചപ്പാടുകളോട് ഒരു താല്പര്യവും അവർക്കില്ല. അവർ പരസ്പരം എൻ്റെ മകൻ തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവർക്കൊന്നും ഇത്തരത്തിലുള്ള എന്താ പറയുക മതം പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്സിനോടൊന്നും ഒരു താല്പര്യമില്ല. പക്ഷെ അവരൊക്കെ എല്ലാം ഹൈലി എന്താ പറയുക പൊളിറ്റിക്കൽ നോളജ് ഉള്ളവരാണ്. എൻ്റെ മകനൊക്കെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവൻ തന്നെ അമേരിക്കയിലത്തെ ഇലക്ഷനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിൽ നടക്കുന്ന ഇലക്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അത്ഭുതം തോന്നിപ്പോകും. അപ്പോൾ കേരളത്തിലെ BJP ലീഡേഴ്സിന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവർക്ക് അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. കേരളത്തിലെ BJP-യുടെ മാത്രം പ്രശ്നമാണ് അല്ല, കേന്ദ്ര BJP-യുടെ വലിയ പ്രശ്നമാണ്. കേന്ദ്ര BJP കരുതിയിരിക്കുന്നത് അവിടുത്തെ കോപ്പി പേസ്റ്റ് UP പൊളിറ്റിക്സ് ഇവിടെ നടക്കുന്നുള്ളതാണ്. അല്ല, ഞാൻ പറയാം, ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ഞാൻ പറയാം. പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റ് കൊടുത്ത പ്രകാശ് ജാവ്ദേക്കറെ കേരളത്തിൽ വന്നിട്ട് പിന്നെ ചിപ്സും കഴിച്ച് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയല്ലേ. മൂപ്പർക്ക് കൊടുത്ത പൊളിറ്റിക്സിനെ കുറിച്ച് ഒരു ധാരണയില്ല. ജാവ്ദേക്കർ വിളിച്ചാൽ സുരേന്ദ്രൻ ഫോൺ പോലും എടുക്കാറില്ല. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ കണ്ടിട്ടുള്ളതാണ്. പ്രകാശ് ജാവ്ദേക്കർ വിളിച്ചുകൊണ്ടിരിക്കും, സുരേന്ദ്രൻ ഫോൺ എടുക്കില്ല, ഫോൺ എടുത്ത് ദീപിൻ്റെ കയ്യിലേക്ക് കൊടുക്കും. ഒരു വാല്യൂം ജാവ്ദേക്കർ കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് സുരേന്ദ്രൻ ഇപ്പോഴും സർവൈവ് ചെയ്യുന്നത്? ഇത്രയും ഇലക്ഷൻസ് തോറ്റു, ഇപ്പൊ പാലക്കാട് ഇത്രയും വലിയ തോൽവി ഏറ്റുവാങ്ങി, എന്നിട്ടും സുരേന്ദ്രന്റെ പൊസിഷൻ ഒരു മാറ്റവും ഉള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. എന്താണ് സുരേന്ദ്രന്റെ തുറുപ്പുചീട്ട്? എന്താണ് USP? എന്താണ്? ഇപ്പം നിങ്ങൾ എന്താ പറയുക, സുരേന്ദ്രൻ്റെ ഏറ്റവും വലിയ തുറപ്പിച്ചിട്ടെന്ന് പറയുന്നത് സുരേന്ദ്രൻ്റെ എതിരാളികൾ PK കൃഷ്ണദാസും MT രമേശും ഒക്കെ ആണെന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ തുറപ്പിച്ചിട്ട്. അടുത്ത തലമുറയിൽ നിന്ന് ഒരാളെ വളർന്നു വരാൻ ഇവരെല്ലാവരും ചേർന്ന് സമ്മതിക്കില്ല. അവരേറ്റവും വലിയ തുറപ്പിച്ചിട്ടെന്ന് പറയുന്നത് സുരേന്ദ്രൻ്റെ എതിരാളികൾ. ഇപ്പം ഉദാഹരണത്തിന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇന്നലെ വളരെ രസകരമായിട്ടുണ്ട്, ഇന്നലെ BJP-യുടെ സംസ്ഥാന ഭാരവാഹി ഇവിടെ നടന്നല്ലോ, ശില്പശാല നടന്നല്ലോ. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇന്നലെ PK കൃഷ്ണദാസും MT രമേശും എൻ്റെ രാഷ്ട്രം പങ്കെടുത്തിട്ടില്ലല്ലോ. ഇതാണ് അവരുടെ ഏറ്റവും വലിയ ആയുധം. പങ്കെടുത്തിട്ടില്ല എന്ന് പറഞ്ഞൊരു മീഡിയ ന്യൂസ്. ഞാൻ ഈ VS ഫ്രാക്ഷനും പിണറായി ഫ്രാക്ഷനും തമ്മിൽ CPM-ൽ ഏറ്റവും ശക്തമായ കലഹം നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും VS-ഓ പിണറായിയോ ഏതെങ്കിലും ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനോ കേന്ദ്ര കമ്മിറ്റി യോഗത്തിനോ PB യോഗത്തിനോ വിട്ടുനിന്നിട്ടുണ്ടോ? അവരതിനകത്തുപോയി പരസ്പരം അല്ലേ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ശക്തമായി വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവരുടെ ഏറ്റവും വലിയ ആയുധം വിട്ടുനിൽക്കലാണ്. ഈ വിട്ടുനിന്നുകൊണ്ട് എന്ത് സംഭവിക്കാൻ, എന്ത് ചേഞ്ച് സംഭവിക്കാനാണ്? സുരേന്ദ്രൻ ഇന്നലെ എല്ലാ കാര്യങ്ങളും സൗകര്യമായില്ലേ ഇവർ വിട്ടുന്നതുകൊണ്ട്? അതിനുള്ളിൽ പോയിട്ട് വിമർശനം ഉന്നയിക്കാനുള്ള ധാർമ്മികമായിട്ടൊരു ഉൾക്കരുത്ത് സുരേന്ദ്രൻ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്കും ഇല്ല. ഇതാണ് പ്രശ്നം. BJP-ലേക്ക് വരുന്ന ബിഗ് പേഴ്സണാലിറ്റീസ്, പഴയ ഇവരെയൊക്കെ യൂസ് ചെയ്യുന്നതിന് പരാജയപ്പെട്ടിട്ടുണ്ട്. അതോ ഇവർക്ക് പ്രവർത്തിക്കാനുള്ള സ്പേസ് ഇല്ല? എന്താണ് പ്രശ്നം? അവരെല്ലാം നിരാശരാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവർക്കൊന്നും ഒരു സ്പേസും ഇല്ല, ഒരു റെസ്പെക്റ്റും അവർക്കൊന്നും എവിടെയും കൊടുക്കുന്നില്ല. അവർ യൂസ് ആൻഡ് ത്രോ പോലെയാണ്. വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള പദവിയിലിരുന്ന പല ആളുകളെയും കൊണ്ടുവന്ന് അപമാനിച്ച് അയക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. സീരിയസ് ആണെങ്കിൽ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാവുമോ? നോട്ട് സീരിയസ്. ഞാൻ ചോദിക്കട്ടെ, സ്വന്തം പാർട്ടിയുടെ ഇലക്ഷൻ ഫണ്ട് സ്വന്തം പാർട്ടി തന്നെ അടിച്ചു മാറ്റുന്ന വേറെ ഏത് പാർട്ടി ലോകത്തുണ്ടാവാം? അതിലപ്പുറം എന്താ ഉള്ളത്? ഞാൻ പറഞ്ഞില്ലല്ലോ, അതിൻ്റെ എക്കോസിസ്റ്റം, അതിൻ്റെ ടോട്ടൽ എക്കോസിസ്റ്റം പ്രശ്നമാണ്. അത് നന്നാവണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ പോയിക്കോട്ടെ. ഞാനതൊന്ന് പുറത്തു പോകുന്ന ഒരാളാണ്. ഇപ്പം എനിക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, പറയുന്നു. അപ്പോൾ സുരേന്ദ്രൻ പോയി നാളെ രമേശ് വന്നാലും ഇതൊക്കെ തന്നെയാവും അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ. അതുകൊണ്ട് സുരേന്ദ്രൻ അങ്ങനെ പോയിക്കോട്ടെ. ഉത്തരോത്തരം അദ്ദേഹം ഇങ്ങനെ അഭിവൃദ്ധി പ്രാപിച്ച് അവിടെ തന്നെ നിൽക്കട്ടെ. ഒരു നേതൃമാറ്റത്തിലൂടെ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ BJP-ക്ക് ഉണ്ടായിരുന്നത്? സന്ദീപ് അങ്ങനെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു? അത് നേതൃമാറ്റം എൻ്റെ പ്രശ്നമേ ആയിരുന്നില്ല. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഐഡിയോളജിക്കൽ ഇഷ്യൂവും അതിൻ്റെ ഉള്ളിലുള്ള വെറുപ്പും വിദ്വേഷവും പിന്നെ സഹജീവി സ്നേഹമില്ലായ്മയും
മനുഷ്യത്വമില്ലായ്മയായിരുന്നു എൻ്റെ പ്രശ്നം. അല്ലാതെ എൻ്റെ പ്രശ്നം അവിടെ എ മാറി ബി പ്രസിഡന്റ് ആവുന്നുള്ള എൻ്റെ പ്രശ്നമേ അല്ല. ഞാൻ ഈ ടീമിന് വേണ്ടി കളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഞാൻ അയാളുടെ ആര് ക്യാപ്റ്റനായി എനിക്കെന്താ? അതപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ ഇലക്ഷന്റെ തലേ ദിവസമാണോ സന്ദീപിന് മനസ്സിലായത്? അല്ലല്ലോ, ഞാൻ തലേദിവസം അല്ലല്ലോ പറഞ്ഞത്. ഞാൻ എത്രയോ കാലം മുമ്പ് മനസ്സിലായത്. ഞാൻ അവിടെ പാലക്കാട് ഇലക്ഷന് ക്യാമ്പയിന് വരുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിലിരുന്ന ആളാണ്. സ്റ്റേറ്റ് പ്രസിഡന്റ് വിളിച്ച് എനിക്ക് അതൊരു വളരെ ഞാൻ പറഞ്ഞു, അത് ഞാൻ എഴുതിയിട്ടുണ്ട്, അതൊരു ചെയിൻ ഓഫ് ഇവൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് പറയാനാണെങ്കിൽ ഒരുപാട് കാലം വേണ്ടി വരും. പാലക്കാട് ജില്ലാ നേതൃത്വമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ സംഘടനാ സെക്രട്ടറി സുഭാഷി ഉണ്ടായിരുന്ന സമയത്ത് അത് ഞാൻ പലപ്പോഴും മീഡിയയോട് പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം മുൻകൈ എടുത്ത് എന്നെ വീണ്ടും അവിടെ പരിപാടികൾ പങ്കെടുപ്പിക്കുകയും ഒക്കെ ചെയ്ത് ഞാൻ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ ആ പരിപാടികൾക്ക് വരുന്നില്ല, ഞാൻ ക്യാമ്പയിനില്ല, ഞാൻ വയനാട്ടിലോ മറ്റോ പോയിക്കോളാം എന്ന് പറഞ്ഞതാണ്. പക്ഷേ സുരേന്ദ്രൻ പിന്നെ പാലക്കാട് ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മീഡിയയുടെ ഒരു പ്രശ്നം വരുന്ന എഴുതിയിട്ടായിരിക്കാം എന്നെയും കൃഷ്ണകുമാറിനെ ഇരുത്തി ഞാൻ പറഞ്ഞു, എന്നെ ഇവിടെ വന്നാൽ അപമാനിക്കും, എനിക്കറിയാം, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാണ്. ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്തി വിളിച്ചു വരുത്തി ഞാൻ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ തുടങ്ങി. പാർട്ടിക്ക് വേണ്ടി പരിപാടികൾ പങ്കെടുത്തു, ഹൗസ് ക്യാമ്പയിനിൽ പങ്കെടുത്തു, കാൻഡിഡേറ്റിനൊപ്പം പോയി, എല്ലാം ചെയ്ത് കഴിഞ്ഞ് ഞാൻ ആ കൺവെൻഷനും പോകുന്നില്ല എന്ന് കരുതിയത്. എനിക്കറിയാവുന്ന കൺവെൻഷൻ പോയത് സംഭവിക്കുന്നുള്ളത്. പിറ്റേ ദിവസം കൊട്ടാരക്കര പരിപാടിക്ക് ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ എന്നെ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയതാണ്. നിങ്ങൾ എന്തായാലും വേദിയിൽ ഉണ്ടാവണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയതാണ്. അവിടെ നിന്നാണ് ഇൻസൾട്ട് ഉണ്ടായത്. ഒരാൾക്ക് എത്ര തവണ താങ്ങാൻ പറ്റും? അതിന് മുമ്പ് പ്രൈം മിനിസ്റ്റർ വന്ന പരിപാടി എന്നെ അറിയിച്ചില്ല, ഓൾ ഇന്ത്യ പ്രസിഡന്റ് വന്ന് അറിയിക്കില്ല, കേന്ദ്രമന്ത്രിമാർ വന്ന പരിപാടിയിൽ എന്നെ ഇതേപോലെ അവഹേളിച്ചു. ഇതെല്ലാം ഞാൻ പറയാതെ മാറ്റി വെച്ച കാര്യങ്ങളുണ്ട്. ഇതെല്ലാം എനിക്ക് അതാത് സമയത്ത് സംഘടനയുടെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ഥിരമായി കംപ്ലയിൻറ്റ് ചെയ്യാൻ ഒരു കംപ്ലയിൻറ്റ് ബോക്സ് ആവാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പലപ്പോഴും പറഞ്ഞിട്ടില്ല. നേരത്തെ പറയാൻ സംഘടനാ സെക്രട്ടറി ഉണ്ടായിരുന്നു. സംഘടനാ സെക്രട്ടറി BJP-യിലില്ല. പിന്നെ ആരോട് പോയി പറയും? ഈ കൺവെൻഷന് സന്ദീപിനെ ആരായിരുന്നു വിളിച്ചത്? സ്ഥാനാർത്ഥി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ ഉണ്ടാവേണ്ടതാണ് വേദിയിൽ എന്ന് നിർബന്ധിച്ച് പറഞ്ഞു. അതിനുശേഷമാണ് അവഹേളിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. കേരളാന്ന് രഘുനാഥാണ് പറഞ്ഞത്. അല്ല, അതൊരു ഇഷ്യൂ, അത് ലാസ്റ്റ് എന്നെ ട്രിഗർ ചെയ്ത ഇഷ്യൂ അതാണ്. കാരണം എന്നെ അപമാനിക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വിളിച്ചു വരുത്തിയത് ചെയ്തപ്പോഴാണ് പ്രയാസമായത്. ഞാൻ പോകാതിരുന്ന് ഈ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ആഗ്രഹിച്ച ആളാണ്. ഞാൻ പറയുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം വീണ്ടും പറയേണ്ട കാര്യം കോൺഗ്രസിന്റെ നിലപാട് എന്താണ്, അതാണ് അതിൽ ഞാൻ പറഞ്ഞത്. ഞാൻ BJP-യിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അറ്റ് ദ സെയിം ടൈം ഒരു RSS സ്വയം സേവന നിലയിലേക്ക് ഞാൻ ശാഖയിൽ പോയിട്ടുണ്ട്, പരിപാടി പോയി. ഞാൻ അതിൻ്റെ ക്യാമ്പുകളൊന്നും പങ്കെടുത്ത ആളല്ല. ഞാൻ മുന്നോട്ട് വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ അന്നത്തെ കാലത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ള അവരുടേതായിട്ടുള്ള നിലപാടുകൾ, ആർഗ്യുമെൻറ്റുകൾ, അതിലെൻ്റെ പ്രയാസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അല്ല, ഞാൻ പുറത്തു വന്ന് പറഞ്ഞല്ലോ. അതിനുള്ളിൽ നിന്നിട്ട് എങ്ങനെയാണ് പറയുന്നത്? അതിൻ്റെ ഉള്ളിൽ നിന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊരു കേഡർ സംവിധാനമുള്ള സംഘടനയല്ലേ. അതിനുള്ളിൽ നിന്ന് പറയാൻ സ്പേസും ഇല്ലല്ലോ. പലരും ചോദിക്കുന്നത് നിങ്ങൾക്ക് സംഘടനയുടെ ഉള്ളിൽ നിന്ന് പൂരിതമായിരുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞു, ഞാൻ BJP-യിലാണ് ഉണ്ടായിട്ടുള്ളത്, ഞാൻ RSS. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഞാൻ BJP-ക്കകത്തുനിന്ന് കൊണ്ട് അങ്ങനെ പറയാൻ സ്പേസ് ഇല്ല. BJP-യിലകത്ത് അത്തരത്തിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇന്നലെ നടന്ന ശില്പശാല കാര്യം പറഞ്ഞല്ലോ, സംഭവിക്കുന്നത് പലരും പറയാനുണ്ട് നിങ്ങൾക്ക് പാർട്ടിക്കുള്ളിൽ പറഞ്ഞൂടെ. രാവിലെ 9 മണിക്ക് ചേരേണ്ട പരിപാടി സംസ്ഥാന ബാലയോഗം ഒരു 11 മണിയാകുമ്പോൾ ചായ കുടിച്ച് തുടങ്ങും, ചായയും വടയും തുടങ്ങും. 2 നേതാക്കന്മാരെ പ്രസംഗങ്ങളുണ്ടാവും ഒരു മണി വരെ. അത് നിങ്ങളെ സ്റ്റേറ്റ് പ്രസിഡന്റിൻ്റെ പ്രസംഗം ഒരു അരമണിക്കൂർ കവർ ചെയ്യാൻ മീഡിയനെ സമ്മതിക്കും, മീഡിയ പുറത്താക്കും. അത് കഴിഞ്ഞ് ഒരു മണി വരെ ഇവർ 2 പേര് പ്രസംഗം. ഉച്ചയ്ക്ക് 1 മണിക്ക് ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്ക് വീണ്ടും കൂടും. 4 മണി വരെ എവിടെയെങ്കിലും കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന 2 പ്രമേയങ്ങൾ വായിക്കും. ഒരു തരത്തിലുള്ള ചർച്ചയുണ്ടാവില്ല. 4 മണിക്ക് ട്രെയിനിന് സമയമായിട്ടുണ്ടാവും, എല്ലാവരും പിരിയും. ഇതിലപ്പുറം ഒന്നും BJP നടക്കുന്നില്ല. നമ്മൾ വിചാരിക്കും അവിടെ എന്തോ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നു, ഭയങ്കര ബ്രെയിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വലിയ സംഭവം, ഒന്നും അതിൻ്റെ ഉള്ളിൽ നടക്കാറില്ല. പുറമേ നിന്ന് എവിടുന്നോ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്ന കുറേ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കും, അത് എഴുതിയെടുക്കും, പോവും. ഇതിലപ്പുറം ഒന്നും നടക്കുന്നില്ല. ഞാൻ പറയുന്നത്, ഞാൻ ഇതുവരെ ചെയ്തത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അത് മാറാനുള്ള സ്പേസ് കൂടി കൊടുക്കുന്നതല്ലേ ഡെമോക്രസി. നമ്മളൊരു മെച്യൂർഡ് ഡെമോക്രസി അല്ലേ 2024 നമ്മൾ നിൽക്കുന്നത്. അവിടെ എന്തിനാണ് എന്നോട് ഈ അസഹിഷ്ണുത കാണിക്കുന്നത്? ഞാനൊരു പൊളിറ്റിക്കൽ ചേഞ്ച്, ഒരു രാഷ്ട്രീയ നിലപാടിൽ മാറ്റം ഉണ്ടാക്കുന്ന സമയത്ത് ഞാനതിനെ സിമ്പിളാക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറയാം. ഞാനൊരു രാഷ്ട്രീയ നിലപാട് മാറ്റുന്ന സമയത്ത് കേരളത്തിൽ മാത്രമല്ലേ ഈ പ്രശ്നമുള്ളൂ. നിങ്ങളൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുന്ന സമയത്ത് അയാളെ കൊല്ലാൻ വേണ്ടി ആളെ വിടുന്നു. ഇപ്പം എന്നെ നേരിട്ട് കൊന്നിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ എന്നെ നാളെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. നാളെ എന്നെ ഒരു ഇന്നോവ വിടുന്നത് മിക്കവാറും CPM BJP ചേർന്നിട്ടായിരിക്കും ഞാൻ സംശയിക്കുന്നത്. ഒരു സംയുക്ത ഇന്നോവ വരാനാണ് സാധ്യത. കാരണം ഞാൻ ഇറങ്ങിപ്പോകുന്നത് മാരാർജി പോയെന്നാണെങ്കിലും കൂട്ടക്കരച്ചിൽ AKG സെൻറ്ററിൽ നിന്നാണ്.
അപ്പോൾ എനിക്ക് ആ ഒരു പേടിയാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ മാത്രമല്ല ഈ പ്രശ്നമുള്ളത്. രാഷ്ട്രീയം മാറുന്ന സമയത്ത്, ഇപ്പോൾ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് മാറുന്ന സമയത്ത് ആ ഒരു മനുഷ്യനെ തീർക്കുക. കേരളത്തിൽ കുറച്ചുകൂടി പൊളിറ്റിക്കൽ മൂല്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ആയാറാം ഗയാറാം പൊളിറ്റിക്സ്. കേരളത്തിന് പുതിയൊരു കാര്യമാണ്. അതാണ് ഇപ്പൊ സരിനും സന്ദീപുമായിട്ട് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഇവിടെ കേരളത്തിൽ നടത്തിയത്. അതുകൊണ്ടാണ് ഇതിനോടൊരു അസഹിഷ്ണുത പൊതുസമൂഹത്തിനുള്ളത്. നിങ്ങൾ സരിനെ എന്നെ താരതമ്യം ചെയ്തത്. സരിൻ ഒരു സീറ്റിന് വേണ്ടി പോയ ആളാണ്. ഞാൻ കോൺഗ്രസിലേക്ക് വന്നിട്ട് ഈ നിമിഷം വരെ എന്തെങ്കിലും സന്ദീപിനെ പോലെ ഒരാൾ BJP വിട്ട് കോൺഗ്രസിലേക്ക് വെറുതെ പോകുമെന്ന് വിശ്വസിക്കാൻ പാകത്തിന് ഞാൻ 100% എന്നെ കോൺഗ്രസ് ഞാൻ എന്താണോ അറിയിക്കുന്നത് ആ ഒരു പ്ലാറ്റ്ഫോം കോൺഗ്രസ് തരുമെന്നാണ് ഞാൻ. അത് സ്വാഭാവികമായിട്ടും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യുന്നത്. അതിലപ്പുറം ഒരു തരത്തിലുള്ള ഡിമാൻഡും വയ്ക്കാതെ കോൺഗ്രസിനകത്തേക്ക് കടന്നു വന്നിട്ടുള്ള ഇന്നും സാധാരണ പ്രവർത്തനം നിലകൊള്ളുന്നതാണ്. അതിലപ്പുറം ഒന്നുമില്ല. രണ്ട്, ഞാൻ ചോദിക്കട്ടെ, ഈ ആയാറാം ഗയാറാം പൊളിറ്റിക്സ് എങ്ങനെ എൻ്റെ വിളിക്കുക? ഞാൻ ഇന്നേ വരെ 10-20 വർഷക്കാലം BJP പ്രവർത്തിച്ചതിന് ശേഷം ഒരേ ഒരു തവണയാണ് ഒരു സ്വിച്ച് ചെയ്തിരിക്കുന്നത്, കോൺഗ്രസിലേക്ക് വന്നിരിക്കുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന ആളുകൾ. ഇപ്പം കേരള കോൺഗ്രസിനെ കുറിച്ച് എന്താ ഇവിടെ പറയാറുള്ളത്? അതല്ലെങ്കിൽ ഇവിടെ എത്രയോ പൊളിറ്റിക്കൽ ലീഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അതൊന്നും ഇല്ലാത്ത ഒരു പ്രശ്നം എന്താ ഞാൻ മാറിയ സമയത്ത് അതിനെ എന്തിനാ ആയാറാം കയറുന്ന വിളിക്കുന്നത്? ഇല്ലല്ലോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ പോരാ. ഞാൻ ഇത്രയും വർഷം ഒരു പിന്നെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിച്ച ശേഷം എൻ്റെ ചില ജീവിതാനുഭവങ്ങളുടെ തിരിച്ചറിവുള്ള പേരിൽ ഞാനൊരു പുതിയ സമീപനം സ്വീകരിക്കുന്നു. അതിനെ മറ്റുള്ളവരുമായിട്ട് ചേർത്ത് കെട്ടേണ്ടതില്ല. സരിൻ എവിടെയും ഐഡിയോളജിക്കലായിട്ടുള്ള ഷിഫ്റ്റ് പറഞ്ഞില്ല. അപ്പോൾ സരിൻ പറഞ്ഞത് ഞാൻ CPM-നുള്ളിലെ കോൺഗ്രസ്സുകാരനായിരിക്കും എന്നാണ്. ഞാൻ ഒരിക്കലും കോൺഗ്രസിനുള്ളിലെ BJP-കാരനായിരിക്കില്ല. ഞാൻ കോൺഗ്രസ്സുകാരനായിരിക്കും, ക്രിസ്റ്റൽ ക്ലിയർ കോൺഗ്രസ്സുകാരനായിരിക്കും. എനിക്ക് ക്ലാരിറ്റി ഉണ്ട്, ഐഡിയോളജിക്കൽ ക്ലാരിറ്റി ഉണ്ട്. നമുക്കിപ്പോഴും ക്ലാരിറ്റി വരാത്തത് ഇത്ര എളുപ്പമാണോ ഈ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് എന്നുള്ള ഒരു കാര്യത്തിലാണ്. സന്ദീപ് പറയുന്ന ഒരു ക്ലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഞാൻ എത്രയോ കാലമായിട്ട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പലപ്പോഴും BJP-ക്ക് അകത്തും പുറത്തും പറഞ്ഞിട്ടുണ്ട്. ആ സമയത്തൊക്കെ അത് BJP മുന്നോട്ട് വയ്ക്കുന്ന പോളറൈസേഷൻ്റെ പൊളിറ്റിക്സിനെതിരായിട്ടുള്ള നിലപാട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ആ പാർട്ടിക്കുള്ളിൽ സംഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് എക്സിറ്റ് ഉണ്ടാകുന്നത്. BJP പോലെ ഒരു അടച്ചിട്ട ഒരു കോട്ടയ്ക്കകത്ത് നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നിങ്ങൾക്കൊരു എക്സിറ്റ് പോയിന്റ് ചില സമയത്ത് നമ്മൾ ട്രിഗർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. ആ സിറ്റുവേഷൻ അറൈസായി ആയിക്കോട്ടെ എക്സിറ്റ്, അത്രയേ ഉള്ളൂ. ഒരു പാർട്ടി ഒരു ക്രൂഷ്യൽ ടൈമിൽ പാർട്ടി വിടുന്നതിനേക്കാൾ ആ പാർട്ടിക്ക് അകത്ത് നിന്ന് അതിനകത്തൊരു കറക്റ്റീവ് ഫോഴ്സായി അതിനെ ശുദ്ധീകരിക്കുക. പ്രത്യേകിച്ചും ഞാൻ ഉത്തരം ആദ്യം പറഞ്ഞു, BJP-ക്ക് അകത്ത് അങ്ങനെ കറക്റ്റീവ് ഫോഴ്സ് ആവാനുള്ള ഒരു ഡെമോക്രാറ്റിക് സ്പേസും ഇല്ല. ഇപ്പം സന്ദീപിൻ്റെ വധഭീഷണി ഉണ്ടായി, ഒരാൾ സന്ദീപിൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിൽ വരികയും ചെയ്തു. ആ സമയത്തൊക്കെ സന്ദീപിനെ പ്രൊട്ടക്ട് ചെയ്ത് അയ്യോ പാർട്ടി ഒന്നും പ്രൊട്ടക്ട് ചെയ്തില്ല, അന്വേഷിച്ചിട്ട് പോലുമില്ല. സുബൈർ വധം കഴിഞ്ഞിട്ട് മുഴുവൻ പാർട്ടി നേതാക്കൾക്കും മാറി നിൽക്കാനുള്ള ഇൻഫർമേഷൻ കൊടുത്ത് എനിക്ക് മാത്രമാണ് കിട്ടാതിരുന്നത്. എൻ്റെ ഭാഗ്യം കൊണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടതാണ്. ഞാൻ സോഷ്യൽ മീഡിയയിലാണ് SDPI നേതാവ് കൊല്ലപ്പെട്ടു, സുബൈർ വധം ഉണ്ടായെന്ന് അറിയുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ആ സമയത്ത് ഇറങ്ങി, വിഷു ദിവസം ഞാൻ വീട്ടിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വധഭീഷണിയുള്ള അവർ പരസ്യമായിട്ട് കൊല്ലുമെന്ന് പറഞ്ഞ 2 നേതാക്കളിൽ ഒരാൾ ഞാനാണ്. എന്നിട്ട് പോലും എന്നെ അറിയിച്ചില്ല. ഞാൻ മരിച്ചോട്ടെ എന്ന് എഴുതിയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ കേരളം മുഴുവൻ അവർക്ക് പിന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബലിദാനിയെയും കിട്ടും, അവർക്ക് രക്ഷപ്പെടുകയും ചെയ്യാമല്ലോ. എന്നെ മാത്രം അറിയിച്ചില്ല. BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നപ്പോഴുള്ള ഏറ്റവും വലിയ പേഴ്സണൽ മാറ്റം എന്താണ്? ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാറ്റം എന്താണ്? ഞാൻ ചിരിക്കാൻ തുടങ്ങി, നന്നായിട്ട് ഹാപ്പി ആയി. ഇല്ല ബീഫ് 2 കാര്യങ്ങൾ. ഒന്ന്, ഞാൻ എൻ്റെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ പിന്നെ റെഡ് മീറ്റ് കഴിക്കാറില്ല. പിന്നെ എനിക്ക് ആരെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് എതിർപ്പില്ല. പിന്നെ ഞാൻ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അത് പറയാൻ എനിക്ക് മടിയില്ല. കഴിച്ചിട്ട് ഉള്ളിക്കറിയാന്ന് പറയുന്ന സ്വഭാവം എനിക്കില്ല, ഓപ്പണായി പറയാം. സുരേന്ദ്രൻ കഴിച്ചത് ബീഫാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ ചെയ്ത കാര്യം അഡ്മിറ്റ് ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആളാണ്. ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്താണ്? ഞാൻ ചെയ്ത കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്ന ആളാണ്. എനിക്ക് യാതൊരു പ്രയാസം വരത്തില്ല.
ഒരാളുടെ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കയറി ഇടപെടില്ല. ഞാൻ കഴിക്കേണ്ട ഭക്ഷണം, ഞാൻ ഡയറ്റ് പാലിക്കുന്ന ഒരാളാണ്. ഞാൻ ഷുഗർ കഴിക്കാറില്ല, നിങ്ങൾ കണ്ടല്ലോ, ഞാൻ വിത്തൗട്ട് ഷുഗറാണ് കോഫി കുടിക്കുന്നത്. കാരണം എനിക്ക് പെട്ടെന്ന് തടി കൂടുന്ന ഒരു നേച്ചറാണുള്ളത്. നല്ല തടി ഉണ്ടായിരുന്ന ആളാണ്. അത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും വർക്കൗട്ട് ചെയ്തിട്ടും കുറച്ച് കൊണ്ടുവന്ന ഒരാളാണ്. അപ്പം എനിക്ക് എൻ്റെ ഡയറ്റ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ പ്രോട്ടീനും അതൊക്കെ നോക്കിയിട്ട് കഴിക്കുന്ന ഒരാളാണ്. സന്ദീപിന്റെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി എന്താണ്? അതായത് പഴയ പോസ്റ്റുകളൊക്കെ ഉണ്ട്, ഈ ഒരു മാറ്റം പഴയത് നോക്കി അത് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് പോലും അതേപോലെ കിടക്കുക അങ്ങനെയല്ല. അല്ല, അതെൻ്റെ ഭൂതകാലമാണ്. ആ ഭൂതകാലത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളെ പൂർണ്ണമായും തള്ളി പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ പുതിയതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊന്നും, ആ ഭൂതകാലം അവിടെ നിൽക്കട്ടെ. അത് എപ്പോഴെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ പരിപ്പോടയും കട്ടൻ ചായ എഴുതുന്ന സമയത്ത് അതൊക്കെ വേണമല്ലോ, നമുക്കൊരു റെഫറൽ അതിന് വേണ്ടിയിട്ട് അവിടെ വേണമല്ലോ. നമ്മൾ എവിടെയൊക്കെ പോയി, അതൊരു ഡിജിറ്റൽ ഡയറിയാണല്ലോ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാലം ഫേസ്ബുക്ക് ഉണ്ടാവുന്നല്ലേ, ഓർക്കൂട്ട് അടയ്ക്കുന്ന പോലെ അടച്ച പോലെ 2 ദിവസം അടച്ചു കഴിഞ്ഞാൽ ഓർക്കൂട്ടിൽ എൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്, എഴുത്തുകളുണ്ട്, അതൊക്കെ നഷ്ടപ്പെട്ടതിൽ വിഷമമുള്ള ആളാണ് ഞാൻ. എത്രയോ കാലം ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ഓർക്കൂട്ട് പോയപ്പോൾ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇല്ല, ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നില്ല. ആ ഡിലീറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ അന്ന് എഴുതിയ പല നല്ല പോസ്റ്റ്, ഇപ്പോൾ ഒരു എൻ്റെ അനുഭവങ്ങളൊക്കെ ഇപ്പോൾ പല ആളുകളും കുത്തിപ്പോക്കി അത് ഷെയർ ചെയ്ത് വരുന്നത്. ഇപ്പം പ്രവാസ ജീവിതകാലത്ത് പിന്നെ ഉണ്ടായിട്ടുള്ള എൻ്റെ അനുഭവങ്ങളൊക്കെ പല ആളുകളും അതൊക്കെ വീണ്ടും ഷെയർ ചെയ്തിട്ട് വന്നിട്ടുണ്ടല്ലോ. സബർമതി ആശ്രമത്തിൽ പോയത്, ഞാൻ 2020 സബർമതി ആശ്രമത്തിൽ ഞാൻ എപ്പോൾ അഹമ്മദാബാദിൽ പോകുമ്പോഴും അവിടെ പോയി ഒരു മെഡിറ്റേഷൻ പോലെ ഇരിക്കുന്ന ആളാണ്. അത് ഏതെങ്കിലും തരത്തിലൊരു 2020 ഞാൻ കോൺഗ്രസ് ചെയ്യാൻ എനിക്കൊരു പ്ലാനും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ BJP-കാരനായിരിക്കുന്ന സമയത്തും സബർമതി ആശ്രമത്തിൽ പോകുന്ന ഒരാളാണ്. സുരേന്ദ്രൻ സബർമതി ആശ്രമം കണ്ടിട്ടുണ്ടോ ചോദിച്ചു നോക്കും.